يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم عالم الغيب والشهادة العزيز الحكيم صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം അമൂല്യമായി അല്ലാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും അല്ലാഹു പരിഹരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ അതുപോലെ ഭാര്യ സന്താനങ്ങളുടെ എല്ലാവരുടെ തെറ്റുകളും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ക്ലാസ് റൂം ഓടിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് വിദേശത്തുള്ള നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു തആല അവരുടെ ജോലികളിലും മറ്റും ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. സൂറത്തു തഗാബുനിന്റെ അവസാന ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. 18 ആയത്തുകളുള്ള ഈ സൂറത്തിന്റെ 13 വചനങ്ങൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചു. 14 മുതലാണ് ഇന്ന് നമ്മൾ ഓതി വച്ചത്. പരമാവധി സമയം എന്ന് പറഞ്ഞു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അല്ലാഹു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ് സൂറത്തു തഗാബുനിന്റെ അവസാന ഭാഗം. ഇതിന് സമാനമായ ആയത്തുകൾ വേറെയും ഖുർആന്റെ പല ഭാഗത്തുമുണ്ട്. പ്രത്യേകിച്ച് അൽ അൻഫാൽ സൂറയിലും സൂറത്തു തൗബയിലും സൂറത്തുൽ കഹ്ഫിലുമൊക്കെ അല്ലാഹു ഈ സംബന്ധമായി പറയുന്നു. ഏതൊരു മനുഷ്യനും കൂടാതെ കഴിയാത്ത ഒന്നാണ് അവന്റെ ഇണ. ഭാര്യക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. അതുപോലെ അവർക്ക് രണ്ടു കൂട്ടർക്കുമുള്ള പ്രതീക്ഷയാണ് നമ്മുടെ സന്താനങ്ങൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തഗാബുൻ സൂറത്തിന്റെ അവസാനം പഠിപ്പിക്കുന്നത് ഇണകളിലും അതുപോലെ തന്നെ മക്കളിലും ശത്രുക്കളുണ്ടാകും. അതീവ സൂക്ഷ്മത പുലർത്തുന്നത്. തുടർന്ന് അല്ലാഹു പറഞ്ഞു, സമ്പത്ത് അതുപോലെ സന്താനങ്ങൾ ഇത് രണ്ടും ഒരാൾക്ക് അല്ലാഹു നൽകുന്നത് വലിയ ഒരു ഫിത്നയായിട്ടാണ്, പരീക്ഷണമായിട്ടാണ്.
അള്ളാഹുവിന്റെ അരികിലുള്ളതാണ് മഹത്തായ പ്രതിഫലം. ദുനിയാവിൽ നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും സകല സംവിധാനങ്ങളും അതൊക്കെ താൽക്കാലികവും അലങ്കാരവും ക്ഷണികവുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന സുപ്രധാനമായ ഒരു സംഭവമുണ്ട്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനോട് ബന്ധപ്പെട്ടത് ഇതിന് സമാനമായ വചനം അൽ അൻഫാൽ സൂറയിൽ അള്ളാഹു ഇറക്കാൻ തന്നെ കാരണം ആ സ്വഹാബി വര്യൻ. ആ കഥയൊക്കെ നമുക്ക് ഇതിന്റെ വിശദീകരണത്തിൽ പറയണം. നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. വിശുദ്ധ ഖുർആൻ വിളിക്കുകയാണ്, നമ്മളെ വിളിക്കുകയാണ്, സത്യവിശ്വാസികളെ. ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ ഇണകളിലും അതുപോലെ നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഫഹ്ദറൂഹും. നിങ്ങളുടെ ഇണകൾ അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾ രണ്ടിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ, നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. അവ ഇണകളിലും അതുപോലെ തന്നെ സന്താനങ്ങളിലും ശത്രുക്കളുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് പുറത്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ മാപ്പ് കൊടുക്കുക, നിങ്ങൾ വിട്ടുകൊടുക്കുക, നിങ്ങൾ പുറത്തു കൊടുക്കുക. അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരുപാട് വീഴ്ചകൾ അല്ലാഹു തആല പുറത്തു തരുന്നുണ്ട്. ഒരുപാട് തെറ്റുകൾ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം പൊറുക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണല്ലോ, അതുകൊണ്ട് നമ്മളും പൊറുക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിൽപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഇനി ഞാൻ മേലിൽ സഹായിക്കില്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി മുനാഫിക്കുകൾ ഇല്ലാത്ത വ്യഭിചാരത്തിന്റെ കഥ പടച്ചുണ്ടാക്കിയൊരു സംഭവമാണ്. 1.5 മാസത്തോളം ആകെ പ്രയാസപ്പെട്ടു പ്രവാചകരും കുടുംബവും സത്യവിശ്വാസി. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ഇല്ലാത്ത കഥ ശത്രുക്കളുടെ വേലയാണ്, തളർത്താൻ വേണ്ടി ചെയ്തതാണ്. സഫ്വാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ കൊള്ള ചേർത്തിയിട്ട് അവരെന്തോ ബന്ധം നടന്നിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചു. അറിയാതെ ആ വിഷയത്തിൽ കൂടിക്കൊടുത്തു മിസ്തഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആകട്ടെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബക്കാരനും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചെലവിൽ കഴിയുന്ന ആളുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമായിരുന്നു സാമ്പത്തികമായി എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നത് മിസ്തഹ് റളിയല്ലാഹു അൻഹു. ആ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നത് വലിയൊരു വിഷയമായി. അവസാനം അല്ലാഹു ആയത്തിറക്കി, ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് പഴവും പറ്റിയിട്ടില്ല, നിരപരാധിയാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയുടെ പിതാവാകും, അബൂബക്കർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു പറഞ്ഞു, മേലിൽ ഞാൻ മിസ്തഹിനെ സഹായിക്കില്ല, വല്ലാഹി. കാരണം ഇത്രയൊക്കെ സഹായിച്ചിട്ടും എന്റെ മകളെ പറ്റി ശത്രുക്കൾ ഇല്ലാത്തത് പറഞ്ഞപ്പോ അതിൽ കൂടി കൊടുത്തല്ലോ. അല്ലാഹു തആല ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുത്തി.
അത് പാടില്ല. നിങ്ങൾ ഇതുവരെ നൽകിയിരുന്ന സഹായ സഹകരണങ്ങൾ തുടർന്ന് നൽകണം. നിങ്ങളെടുത്തുനിന്ന് എന്തെങ്കിലും വന്നാൽ നമ്മൾ പൊറുക്കുമല്ലോ, അതുപോലെ അവരെടുത്തുനിന്ന് വന്നത് നിങ്ങളും പൊറുക്കും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള വലിയൊരു സന്ദേശം. കാരണം അള്ളാഹു താല നമുക്ക് ഒരുപാട് വിട്ടു തന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അതിന് മാത്രം നന്ദികേടാണ് മനുഷ്യർ നമ്മൾ അള്ളാഹുവോട് കാണിക്കുന്നത്. അപ്പൊ അതുപോലെ ഇണകളിൽ നിന്ന് പൊറുക്കാൻ പറ്റിയത്, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് കുഴപ്പമുണ്ടാക്കാതെ, പ്രശ്നമുണ്ടാക്കാതെ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. എന്നാൽ അവരിൽ നല്ല ശത്രുക്കളുണ്ടാവും, അവരെ വല്ലാതെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം മകൻ വലിയ ശത്രുവായി. അയാള് അവിശ്വാസിയായിട്ട് പോയി, ആ വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി. അവിടെ മകനാണ് പഴിച്ചത്. എന്നാൽ അതേസമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം പിതാവാണ് പ്രശ്നക്കാരനായത്. ഇബ്രാഹിം നബി ആ കാര്യം വളരെയധികം ശ്രദ്ധിച്ചു. അള്ളാഹിന്റെ തിരുദൂതർക്ക് പിതൃവ്യൻ പ്രശ്നക്കാരനായി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ ഇണ പ്രശ്നക്കാരിയായി. ലൂത്ത് നബിക്ക് അങ്ങനെയായി. അങ്ങനെയൊക്കെ ചരിത്രത്തിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും അവന്റെ ചിന്തയിൽ നിന്നും നമ്മളെ പിറകോട്ട് വലിക്കാൻ ചിലപ്പോൾ നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും കാരണമാകുന്ന. നല്ലോണം ശ്രദ്ധിക്കണം, അതാണ് വലിയ ശത്രു. അതല്ലാതെ നമ്മുടെ ഭാര്യ ഒരു അരിവാകത്തെടുത്തിട്ട് നമ്മളെ വെട്ടുന്നോ, അതിൽ മക്കള് ഒരു തോക്കുമായിട്ട് നമ്മളെ നേരിടുന്നോ, അതൊന്നല്ല അർത്ഥം. അതും പെട്ടു. പ്രധാനമായിട്ടും അള്ളാഹുവിലുള്ള ചിന്തയിൽ നിന്ന് നമ്മളെ തടയുമാവും. അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹിനെ മറക്ക് നടത്തും. ഭാര്യ പറഞ്ഞാൽ പിന്നെ അതൻ സ്വീകരിക്കും. എന്താ ഭാര്യ പറയുന്നത് അറിയില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അതാണ് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ കുട്ടി സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ അവരെ സൂക്ഷിക്കണം. وَإِن تَعْفُوا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَحِيمٌ. നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ മാഫ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അറിയണം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവൻ കാരുണ്യവാനുമാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അതോടുകൂടെ അള്ളാഹു കാരുണ്യവാനുമാകുന്നു. ഈ ആയത്ത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ ശേഷം വീണ്ടും അള്ളാഹു പറയുന്നു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഫിത്നയാണ്, കുഴപ്പമാണ് എന്നല്ല. എന്നാൽ അതിന്റെ മറ്റൊരർത്ഥം ഫിത്നയാണെന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. സമ്പത്ത് അതുപോലെ സന്താനങ്ങൾ നമുക്ക് വലിയൊരു പരീക്ഷണം. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ അരികിലുള്ളതാണ് മഹത്തായ പ്രതിഫലം എന്ന് തുടർന്ന് അള്ളാഹു താല പറയണം. ഇനി ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 ആയത്തുകൾ കിടക്കുന്നത് അൽ അൻഫാൽ സൂറയിലെ 28 മുതലുള്ള വചനങ്ങളാണ്. അതിൽ ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നു. അതിനൊരു സംഭവം ഉണ്ടായി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ബനൂ ഖുറൈള എന്ന് പറയുന്ന യഹൂദി ഗോത്രം വല്ലാതെ അള്ളാഹുവിന്റെ തിരുദൂതരെയും സ്വഹാബത്തിനെയും വിശുദ്ധ ദീനിനോടും വല്ലാതെ ശല്യം ചെയ്തു. ഭയങ്കര പ്രശ്നക്കാരായി. അവസാനം അള്ളാഹുവിന്റെ തിരുദൂതര് അവരെ കോട്ട വളയാൻ തീരുമാനിച്ചു. യഹൂദികളായ ആ ശത്രുക്കളുടെ ശല്യക്കാരുടെ കോട്ട വളയാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കോട്ട അവരെ വളഞ്ഞ സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി വര്യൻ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇവരുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പൊ നമ്മളുടെ ചില ആളുകൾക്ക് ചില വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ തീർക്കാറുണ്ട്. ഇവിടെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ബനൂ ഖുറൈള ഗോത്രക്കാരോട് നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ
അവിടെ അരികിലേക്ക് ചെല്ലണം, കോട്ടയ്ക്കകത്ത് ചെല്ലണം. എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കണം. എന്ത്? അള്ളാഹുവിന്റെ തിരുദൂതര് എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് താങ്കൾ അവരോട് ചോദിക്കണമെന്ന് അബൂ ലുബാബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹിന്റെ തിരുദൂതർ പറഞ്ഞു. അദ്ദേഹം അവരുടെ അരികിൽ ചെന്നു. അപ്പൊ അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, അബൂ ലുബാബ് റളിയല്ലാഹുവിന് സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്. ഇത് യഹൂദികളുടെ കസ്റ്റഡിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാന്റെ തിരുദൂതർ ഇവർക്കെതിരെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തന്റെ സമ്പത്തിനെയോ തന്റെ സന്താനങ്ങളെയോ പ്രതികൂലമായി ബാധിക്കുമോ എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭയം. ആ സന്ദർഭത്തിൽ അദ്ദേഹം നബി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പോയിട്ട് ഇവരോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ മേലിൽ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു തയ്യാറാണെന്നുള്ളത്. അപ്പൊ അബൂ ലുബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉടനെ തന്നെ നബിയോട് വന്ന് ഈ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു അറിയാം? തന്റെ കൈകൊണ്ട് ഇവരോട് ഇങ്ങനെ കാട്ടി കൊടുത്തു. അതായത് നിങ്ങളെ കഴുത്ത് വെട്ടലായിരിക്കും മുഹമ്മദ് നബിയുടെ തീരുമാനം എന്നുള്ള ഒരു സൂചന. അത് യഥാർത്ഥത്തിൽ ഒരു ചതിയായിരുന്നു. ശരിക്കും വേലി അപ്പുറത്ത് വിട്ടുകിടന്നതാണ്. അങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കാൻ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതിയായിരുന്നു. അമാനത്താണല്ലോ, വിശ്വസിച്ചേൽപ്പിച്ചതാണ്. പാത്തുവെക്കാൻ കൊടുത്തതുപോലെ തന്നെയാണ് ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. അദ്ദേഹം അവർക്ക് അങ്ങനെ ഒരു സൂചന കൊടുത്തത് നിങ്ങൾ വെറുതെ സമ്മതിക്കണ്ട. ഇനി അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടില്ലെങ്കിൽ തന്റെ മക്കൾക്കോ തന്റെ സമ്പത്തിനോ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ള ഉൾഭയാണ് അദ്ദേഹം അങ്ങനെ ഒരു സൂചന അവർക്ക് കൊടുക്കാൻ കാരണം. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല സൂറത്തുൽ അൻഫാലിലെ 28, 29 ആയത്തുകൾ ഇറക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 27-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വർ റസൂൽ വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. അല്ലാഹു ഉടനെ തന്നെ ആയത്തിറക്കുന്ന സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കരുതേ. അതുപോലെ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. ഇവരോട് ഇങ്ങനെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ചോദിച്ച് അവർ കൊടുത്ത മറുപടി ആ റിസൾട്ട് കൊടുത്താൽ മതിയായിരുന്നു നബിക്ക്. അല്ലാഹു പറയുന്നത്, സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വർ റസൂൽ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. വതഖൂനൂ അമാനാതികും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതിലും നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞവരായ നിലക്ക്, അറിവുള്ളവരായ നിലക്ക്. അറിവില്ലാതെ ചെയ്യുകയാണെങ്കിൽ തിരക്കടില്ല, അറിയാത്തത് കൊണ്ടാന്നുള്ളൊരു ന്യായമുണ്ട്. ഒരു ഒഴിവ് പറയാണ്. ഇവിടെ അതിലല്ലോ വിവരണ്ടായിട്ട് ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്. അതുപോലെ വിശ്വസിച്ചേൽപ്പിച്ചതിൽ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. ഇതവിടെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയാൻ കാരണം ഇത് എല്ലാവർക്കും ബാധകമാണ്. ഒരു അബൂ ലുബാബ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചെറിയൊരു വീഴ്ച വന്നതാണ്. പക്ഷെ ഇനി മേലിൽ ആരുടെ ഭാഗത്തുനിന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് നേരെ പറയാതെ സത്യവിശ്വാസികളെ മൊത്തത്തിൽ വിളിച്ചത്. കാരണം ഇറങ്ങാൻ അദ്ദേഹം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, അറിയണേ നിങ്ങളുടെ സമ്പത്തും അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന സൂറത്ത് തഗാബുനിലും അല്ലാഹു പറയുന്നത്. അറിയണം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഇവിടെ വലിയൊരു പരീക്ഷണമല്ലോ. അതുകൊണ്ട് ജയിക്കോ തോൽക്കോ. ഇവിടെ ഇപ്പൊ സമ്പത്തിനോടും സന്താനങ്ങളോടും ഒരു അല്പം സ്നേഹം കൂടിയത് കൊണ്ടാണല്ലോ ഇവിടെ ബനൂ ഖുറൈള ഗോത്രക്കാർക്ക്, യഹൂദി ഗോത്രക്കാർക്ക് നബി പറഞ്ഞതിൽ നിന്ന് ഒരല്പം വിട്ടുകടന്ന് പ്രവർത്തിക്കാൻ കാരണം. അല്ലാഹു പറയുന്നത് വലിയ പരീക്ഷണമാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ അരികിലുള്ളതാണ് മഹത്തായ പ്രതിഫലം. അതന്നെയാണ് തഗാബുൻ സൂറത്തിലും പറഞ്ഞത്. അതേപോലെയാണ് പറഞ്ഞത്.
ഈ ആയത്തിന് അവതരിക്കലോട് കൂടെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആകെ പ്രയാസപ്പെട്ടു. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അതുള്ള ഒരു മൂമിന്റെ അടയാളം അതാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ മൈൻഡ് ചെയ്യണം. അത് നല്ല അടയാളമാണ്. അല്ലാതെ എന്തല്ല, മനുഷ്യന്മാരാകുമ്പോ കുറെ തെറ്റുകളൊക്കെ വരും, വരുന്ന പുത്രം പറയാനില്ല എന്ന് പറഞ്ഞ് അതിന് ചെറുതായി കാണിക്കല്ല വേണ്ട. എത്ര ചെറുത് സംഭവിച്ചാലും അതിൽ വലിയ കുറ്റബോധം വരും. അതൊരു വിജയത്തിന്റെ അടയാളമാണ്. മുൻഗാമികളായ പൂർവ്വസൂരികളൊക്കെ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോ സഹോദര, ആ വീഴ്ചയിൽ അള്ളാഹുവോട് വളരെയധികം ഖേദിച്ചു മടങ്ങും. അത് എല്ലാവരും അങ്ങനെയായിരുന്നു. അത് ഓരോരുത്തർക്കും തോന്നും തന്റെ അടുത്ത് നിന്ന് വലിയ വീഴ്ച വന്നോ, ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്. അമ്പിയാക്കൾ അങ്ങനെയായിരുന്നു. അള്ളാഹിന്റെ തിരുദൂതർ എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലിയത് അതിന്റെ പേരിലാണ്. കാരണം തന്റെ ഉയർന്ന സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോ അതിന് നിരക്കാത്ത വല്ലതും തന്നിൽ നിന്ന് വന്നോ റസൂലിന് പോലും തോന്നുമത്രേ ഇബാദത്ത് പോരാ, അതൊരു തെറ്റാവുമെന്ന് ഭയപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ ബിവിയോട് പറഞ്ഞില്ലേ, ആയിഷ, ഇന്ന് ഞാൻ നിന്റെ കൂടെ താമസിക്കേണ്ട ദിവസമാണ്. നീ സമ്മതിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ മുഴു സമയം ഇബാദത്തിൽ മുഴുകും. മനുഷ്യന്മാരാകുമ്പോ എന്നും കഴിയില്ല. ആയിഷ ബിവി സമ്മതം കൊടുത്തു. ആലു ഇമ്രാൻ സൂറത്തിന്റെ അവസാന ഭാഗം റസൂലുള്ളാഹി തങ്ങൾ സുബഹിയോടടുത്ത് ഓതുകയാണ്. ആ രാത്രി മുഴുവനും നിസ്കാരവും ഓത്തും തന്നെയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ബാങ്ക് കൊടുക്കാൻ വരുമ്പോ ആലു ഇമ്രാനിലെ ലാസ്റ്റ് 11 വചനങ്ങൾ 200 ആയത്തുകളിൽ അവസാനത്തെ 11 ആയത്തുകൾ ഓതിയിട്ട് പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്തിനാ ഇപ്പൊ നബി ഇത്രയ്ക്ക് ഇടങ്ങാറാകുന്നത്, എന്തിനാ ഇത്രയൊക്കെ പ്രയാസപ്പെടുന്നത്? അള്ളാന്റെ തിരുദൂതർക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ഈ കാര്യം നബിയോട് സംസാരിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു. അഫലാ കൂനു അബ്ദൻ ശകൂറാ, ബിലാലെ ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന അടിമാകണ്ടയോ? ആ നന്ദിയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നാണ്. ഇതേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആയിഷ ബീവിക്കും. കാലിന് പൊട്ടി നബിയുടെ നിസ്കരിച്ച് ആയിഷ ബീവിക്ക് സങ്കടം, എന്തിനാ ഇത്ര ഇടങ്ങാറാകുന്നത്? നബി ചിന്തിക്കുന്ന എന്താണ്, ഞാനൊരു പ്രവാചകനല്ലേ, ഏറ്റവും സ്ഥാനമുള്ള ആളല്ലേ, അപ്പൊ എന്റെ ഇബാദത്ത് പോരാന്നുള്ളടുത്ത് വന്നത്. ആ പോരായ്മ അതൊരു ശിക്ഷക്ക് കുറ്റമാകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് നബി തങ്ങൾ ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയത്. അതാണ് ശരിക്കും നല്ല നിലപാട്. എത്ര ചെറിയ തെറ്റ് സംഭവിച്ചാലും നമുക്ക് ഒരു സങ്കടം വേണം, കുറ്റബോധം വേണം. നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമ്മളിപ്പോ ഒന്നും വേണ്ട, ഇവിടുന്ന് നമ്മൾ ചായയൊക്കെ കൊടുത്ത് ഒരു ഗ്ലാസ്സിൽ ഒരു അല്പം ബാക്കിയുണ്ടായിരുന്നു, അത് പുറത്തേക്ക് ചിന്തിയത്. ആ സമയത്ത് ഒരാളെ പാസ് ചെയ്തു, അയാൾക്ക് കുപ്പായത്ത് കാര്യം നമ്മൾ അയാളോട് പറയണം, നമുക്ക് ഭയങ്കര സങ്കടം അങ്ങനെ സംഭവിച്ചേ. നമ്മൾ അയാളെ വിളിച്ചിട്ട് സാരല്ല സംഭവിച്ചതാണ്, ഒന്ന് ഇവിടുന്ന് കെടുക വേണമെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ആ ടെൻഷൻ തീരും. നേരെ മറിച്ച് നമ്മൾ അയാളോട്, നമ്മളിവിടുന്ന് പള്ളിയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ പുറത്ത് ചിന്തങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണ്ടേ. അല്ലെങ്കിൽ നമ്മൾ ഒന്നും പറയാതെ അയാൾ രൂക്ഷമായി നമ്മളെ നോക്കുമ്പോൾ നമ്മൾ പലിശ സഹിതം അങ്ങോട്ട് നോക്കിക്കൊടുത്തു, എനിക്ക് ശ്രദ്ധിച്ചൂടെ, അത് അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കും. ബസ്സെന്ന് അറിയാതെ ഒരാളെ കാലിൽ ചവിട്ടിയാൽ സോറി പറഞ്ഞ അയാളെ വിഷയം വിടും. അതല്ലാതെ ബസ്സാകുമ്പോൾ കുറച്ചൊക്കെ ചവിട്ടലുണ്ടോ അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോയിക്കൊണ്ടി എന്ന് അയാളോട് പറഞ്ഞ അയാൾക്ക് ചൂടാവൂലേ അല്ലേ? ഏത് കാര്യം അങ്ങനെ തന്നെ. നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്ന് പിന്നെ നമ്മളോട് ക്ഷമാപണം നടത്തുമ്പോൾ നമ്മളത് വിട്ടുകൊടുക്കും. ഇതുപോലെ നമുക്കും തന്നെ കുറ്റബോധം ഉണ്ടാവുമ്പോൾ അള്ളാഹു തആല അത് പുറത്തു തരും. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു വല്ലാതെ പ്രയാസപ്പെട്ടു. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു കാരണം അല്ലാഹു ആയത്തിറക്കി. അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ വന്നു, മദീന പള്ളിയിൽ വന്നു, നല്ലൊരു കയറും കൊണ്ട് അയാൾ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? മസ്ജിദുൻ നബവിയിലെ ഒരു തൂണിൽ, പ്രവാചകരുടെ പള്ളിയിലെ ഒരു തൂണിൽ അദ്ദേഹം സ്വയം ശരീരം കെട്ടി, തന്റെ ശരീരം തൂണിനോട് ചേർത്തിട്ട് കെട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ഞാൻ മരിക്കുന്നത് വരെ ഇങ്ങനെ കിടന്നു, അല്ലെങ്കിൽ എന്റെ ദോഷം അല്ലാഹു പുറത്തു തന്നു എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ ഈ കെട്ടിൽ കിടക്കും. ഞാൻ ഭക്ഷണം കഴിക്കില്ല, റൊട്ടി കഴിക്കില്ല, ഞാൻ വെള്ളം കുടിക്കില്ല, ഞാൻ കാരക്ക തിന്നൂല. വല്ലാഹി പറഞ്ഞു അദ്ദേഹം ശപഥം ചെയ്ത്. സഹോദര, ഇഖാമത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹിന്റെ തിരുദൂതൻ മിഹ്റാബിലേക്ക് കയറിയാൽ അദ്ദേഹത്തിന്റെ ഭാര്യ മെല്ലെ വരും. വന്നിട്ട് എന്ത് ചെയ്യും? മെല്ലെ പള്ളി കയറിയിട്ട് ആ കെട്ടയച്ചു കൊടുക്കും ജമാഅത്തിൽ കൂടാൻ. ജമാഅത്ത് കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യും? സ്വന്തം ശരീരം കെട്ടും. ആരും മൈൻഡ് ചെയ്യണില്ല. സ്വഹാബത്ത് അങ്ങനെയുണ്ട്.
സത്യവിശ്വാസികൾ തമ്മിൽ അതീവ ദയാലുക്കളായിരുന്നു. സത്യത്തിന്റെ പേരിൽ അവർ പരസ്പരം വല്ലാതെ സ്നേഹിക്കും. ഇവിടെ ബനൂ ഖുറൈള ഗോത്രക്കാർക്ക് ചെറിയൊരു ഒറ്റുകൊടുത്ത പ്രശ്നമുണ്ടായതാണ്. അതുകൊണ്ട് ആരും അത് മൈൻഡ് ചെയ്തില്ല. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആവട്ടെ വല്ലാതെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. പിന്നെ മക്കളും വേണമെന്നില്ല, സമ്പത്തും വേണമെന്നില്ല, ഒന്നും വേണ്ട, അള്ളയും റസൂലും ദീനും മതി എന്നുള്ളിടത്ത് അദ്ദേഹം നമുക്ക് വലിയ പാടുണ്ടതിൽ. സഹോദര, ചരിത്രം പറയുന്നത് 7 ദിവസം അദ്ദേഹം ആ തൂണിൽ കടന്നു. അതിന്റെ ഇടയിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ അവശനായ അദ്ദേഹം അബോധാവസ്ഥയിലായി. ഇടക്ക് ബോധം തെളിയും, കെട്ടിലിങ്ങനെ തൂങ്ങിക്കിടക്കും. തീരുമാനം വേണ്ടേ? അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് വരാതെ അള്ളാന്റെ റസൂലിനൊന്നും പറയാൻ വയ്യ. സാരില്ല, അതൊക്കെ അള്ളാഹ് പുറത്തിട്ടുണ്ടെന്ന് പറയാൻ വയ്യ. ആയത്തിന് ഇറങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലാണ്. 7 ദിവസമായി. ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അബൂ ലുബാബയുടെ ആ തെറ്റ് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, ആ വിവരമൊന്ന് അദ്ദേഹത്തോട് പറയണം. റസൂലിന് ഭയങ്കര ആവേശം. അള്ളാഹിന്റെ തിരുദൂതർ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പൊ അതിലൂടെ പാസ് ചെയ്തൊരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ലുബാബയുടെ അരികെ ചെന്ന് ഈ സന്തോഷവാക്കെന്ന് അറിയിക്കണം, അദ്ദേഹത്തിന്റെ ദോഷം വല്ല പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. ഈ ഭക്ഷണം കഴിച്ചോട്ടെ. കാരണം അദ്ദേഹം 2-3 ഡിമാൻഡുള്ള വെച്ച മരിക്കുന്നത് വരെ ഞങ്ങൾ കിടക്കും, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് കിട്ടണം എന്റെ ദോഷം വല്ല പുറത്തു തന്നിട്ടുണ്ട്. അത് നബി എനിക്ക് ഉറപ്പ് തരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ഈമാനം കൊണ്ടാണ്. ആ സ്വഹാബി നേരെ ചെന്നിട്ട് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു കെട്ടിൽ തളർന്നിരിക്കുകയാണ്, തൂങ്ങിയാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ സ്വഹാബി കെട്ടഴിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞു, വേണ്ട, നിങ്ങളാരും ഈ കെട്ടിൽ തുടരുത്, എന്റെ ഹബീബായ നബി വന്നിട്ട് കെട്ടഴിക്കണം, ഉറപ്പിന് കിട്ടാൻ. അറിഞ്ഞ സ്വഹാബിമാരൊക്കെ പള്ളി കോടലാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം മനസ്സിലായി. അതാണ് ദീനിന് വേണ്ടിയാണ് അവരുടെ സ്നേഹം, വെറുക്കലും അങ്ങനെ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അവസാനം അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് എന്ന് പറഞ്ഞു, ആരും കെട്ടഴിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല, നിങ്ങളെ കൈകൊണ്ട് തന്നെ അഴിക്കണം എന്നാ പറയുന്നത്. അള്ളാഹിന്റെ തിരുദൂതർ സന്തോഷത്തോടുകൂടെ വരികയും അദ്ദേഹത്തിന്റെ കെട്ടഴിക്കുകയും ചെയ്തു. ആ കെട്ടഴിച്ചു. വല്ലാത്തൊരവസ്ഥയായിരുന്ന ആ സന്ദർഭം. അദ്ദേഹം വികാരഭരിതനായി നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ മുഴുവൻ സ്വത്തുക്കളും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. റസൂല് പറഞ്ഞു, അത് വേണ്ട, അത് പറ്റൂല, മക്കളൊക്കെ ഉള്ളതല്ലേ, ആകെ മുതലിന്റെ 1/3 ഭാഗം ദീനിന് വേണ്ടി തന്നാൽ മതി, മുഴുവൻ നൽകാൻ വകുപ്പില്ല. അങ്ങനെ അബൂ ലുബാബ റളിയല്ലാഹുവിന്റെ സമ്പത്തിന്റെ 1/3 ഭാഗം പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പുണ്യ നബി ഏൽപ്പിച്ചു. സമ്പത്തിനോട്, തന്റെ സമ്പത്തിന് എന്തെങ്കിലും കോട്ടം പറ്റുമോ എന്ന് ഭയന്നുകൊണ്ടാണല്ലോ ബനൂ ഖുറൈളക്കാരോട് ചെറിയൊരു സിഗ്നൽ കൊടുത്തത്. അവസാനം നോക്കൂ, നിങ്ങൾ പരിവർത്തനം വന്ന് മുതല് മുഴുവനും നബിനെ, സ്വഹാബത്തൊക്കെ അങ്ങനെ മുഴുവനാണ് ഏൽപ്പിക്കും. വേണ്ടാന്ന് പറഞ്ഞു 1/3 കൊടുക്കാനേ വകുപ്പുള്ളൂ. വസിയത്ത് ചെയ്യാൻ ബാക്കി സന്താനങ്ങൾക്ക് വേണമല്ലോ. ഇസ്ലാം പ്രകൃതി മതാണെന്ന് പറയാനുള്ള കാരണം അതാണ്. എല്ലാം അങ്ങോട്ട് വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ മക്കൾക്ക് പ്രയാസാവൂലേ? അത്രേ ഉള്ളൂ. നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കുകയാണെങ്കിലൊക്കെ പിന്നെ മക്കളും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുണ്ട്, ഒന്നായിട്ടൊരു കൊടുക്കൽ. ജാമിഅ നൂരിയയുടെ വാർഷികം ഇന്നലെ തുടങ്ങി. നമ്മളൊക്കെ പഠിച്ച സ്ഥാപനത്തിൽ പട്ടിക്കാട് ജാമിയ നിൽക്കുന്ന ആ സ്ഥലം മുഴുവനും കൊടുത്തത് ആ ബാപ്പു ഹാജി അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവനും സമസ്തയെ ഏൽപ്പിച്ചതാണ്. മക്കളില്ലായിരുന്നു അദ്ദേഹം. അൽഹംദുലില്ലാഹ്, എത്ര മക്കളാ? 5000-ഓളം ഫൈലിമാര് ഞങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ജാമിയ. ഞാൻ ഈ പറയുന്നതിന്റെ ഒരു വിഹിതം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തും. കാരണം 2 കൊല്ലം അദ്ദേഹം ഉണ്ടാക്കിയ ആ സമ്പത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ആ തെങ്ങും തോട്ടത്തിൽ നിന്ന തേങ്ങകളും അതുപോലെയുള്ള അതിൽ നിന്നുള്ള വരുമാനം, അതിൽ നിന്നുള്ള കാശ് കൊണ്ടാണ് ജാമിയയിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ആകെ സമ്മേളനം നടക്കുമ്പോൾ ഓരോ മഹലിൽ നിന്ന് ഒരു ചെറിയൊരു കളക്ഷൻ ഉണ്ടാവും. ഇതല്ലാതെ ഒരു പിരിവും ജാമിഅ നൂരിയന്റെ പേരിൽ നിങ്ങളെ വീട്ടിൽ റെസീറ്റ് ഏറ്റവും ആരും വരില്ല. ഇതുവരെ പോയിട്ടില്ല. ഒരു കലണ്ടർ അടിച്ച് വിൽക്കാൻ ജാമിയയിൽ പഠിക്കുന്ന സമയത്ത് കരുവാരക്കുണ്ട് കെ ഉസ്താദിനോട് സമ്മതം ചോദിച്ചപ്പോൾ ഉസ്താദ് സമ്മതിച്ചു. വേണ്ടാന്ന്, നിങ്ങൾ കലണ്ടർ കൊണ്ടുപോയി വിറ്റിട്ട് വേണ്ട, ഇവിടെ ജാമിഅ നൂരിയക്ക് ബാപ്പുവാജി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യാത്ത ഒരൊറ്റ ദിവസമല്ല ജാമിയയിലെ കുട്ടികൾ. അത് ഓരോ ദിവസവും ഓരോരുത്തർക്ക് ചുമതല, ഓരോ ടീമിൽ. സഹോദര, മക്കളില്ലാത്തത് മുഴുവൻ സ്വത്ത് ഏൽപ്പിച്ചു. ഞാൻ പറയുന്നതൊക്കെ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ നമ്മൾ ചെയ്തത് മാത്രമാണ് നമുക്ക് സ്ഥായിയായി നൽകുന്ന വരുമാനം. അത് മാത്രം. ഒരു തെങ്ങ് പോലും കൊടുക്കാത്ത എത്ര ആളുകൾ, പള്ളിയിലേക്ക് ഒരൊറ്റ തെങ്ങ് പോലും കൊടുക്കാൻ സൗകര്യമില്ലാത്ത എത്ര ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും തോന്നൂല. ആരാ ഇതൊക്കെ കൊണ്ടുപോവാ? സഹോദര, ഏതായിരുന്നാലും അബൂ ലുബാബ റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാത്ത പരിവർത്തനം വന്നുവെന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ പരിവർത്തനം വന്നു. അദ്ദേഹം പറയാം, എന്റെ മുതൽ മുഴുവനും ഇതാ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന്. അത് കുറച്ചു മതി പരിവർത്തനം വരാൻ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങളാരും പരിപൂർണ മോമിനീങ്ങളാവുകയില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ ആയത്ത് ഇറങ്ങിയ കാരണത്താലാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബിയുടെ അരികിലേക്ക് ഓടുകയും നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ സമ്പത്ത് ബൈറുഹാ എന്ന് പറയുന്ന തോട്ടമാകുന്നു. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇതാ നൽകിയിരിക്കുന്നു, അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നു. ആധാരം കൈമാറാൻ ഈ സിസ്റ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ധനം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മാത്രമേ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് നന്മ ലഭിക്കൂ എന്ന ആയത്തിറങ്ങിയപ്പോ ആ ആയത്ത് കാരണം ഏറ്റവും സൈറ്റുള്ള സ്ഥലത്തായിരുന്നു, നല്ല സൈറ്റുള്ള സ്ഥലത്തായിരുന്നു സഹോദര ഈ ബൈറുഹ എന്ന് പറഞ്ഞ തോട്ടം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആരും കണ്ടാലും മോഹിക്കുമെന്ന് മാത്രമല്ല, അസർ നിസ്കാരം കഴിഞ്ഞിട്ട് കാറ്റുകൊള്ളാൻ ആ തോട്ടത്തിൽ പോയിരിക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പോലും പോയിരിക്കുമായിരുന്നു. ആരും കണ്ടാൽ കൊതിക്കുന്ന തോട്ടം. ആ തോട്ടമാണ് ഞാനിതാ നബിയെ അങ്ങേ ഏൽപ്പിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും കൊടുക്കണം എന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് മറ്റുള്ളവർക്ക് നൽകണമെന്ന, എങ്കിലേ അള്ളാഹുവിൽ നിന്ന് ഖൈർ ലഭിക്കൂ. ആ ഒരവസ്ഥയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തന്റെ ആ തോട്ടം നബിയെ ഏൽപ്പിച്ചത്. നബിയോട് പറഞ്ഞെന്താ അറിയോ? അർജൂ ബിർറഹാ വദുഖ്റഹാ ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അരികെ അതൊരു വലിയ നിക്ഷേപമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അവിടെ കിടക്കട്ടത്. റസൂല് പറഞ്ഞാൽ ശരി, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അതിനെ വിഹിതിച്ചു കൊടുത്തുകയാണ്. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അതങ്ങനെ വീട് വെക്കാനും മറ്റും ആ തോട്ടം ആണ് വിഹിതിച്ചു. ഒരൊറ്റ ചെറിയൊരായത്ത്, ഒരു വരില്ല ആയത്ത്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കി പരിവർത്തനം വരുത്തിയത്. അതാണ് ഖുർആൻ. സഹോദരാ, അത് തന്നെയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നോക്കൂ, എന്റെ സ്വത്ത് മുഴുവനും ഞാനിതാ നൽകുന്ന നബിയെ എന്ന് പറഞ്ഞു. നിബിധങ്ങൾ പറഞ്ഞു 1/3 മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അല്ലാഹു തആല കൃത്യമായിട്ട് പറയാണ്, നമ്മുടെ സമ്പത്ത് അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് ഫിത്നയാണ്. അല്ലാഹു തആല നമ്മളെ നോക്കണം, പരീക്ഷിക്കണം. ഇതുകൊണ്ട് വിജയിക്കുമോ അല്ല പരാജയപ്പെടുമോ? അതാണ് തഗാബുൻ സൂറത്തിലും അല്ലാഹു പറയുന്നത്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്ത് അതുപോലെ സന്താനങ്ങൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഫിത്നയാകുന്നു. അതൊരു പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ അരികിലുള്ളതാണ് ഉത്തമമായത് എന്ന് ഖുർആൻ ഖണ്ഡിതമായിട്ട് പറയുന്നു. വേറെയും ഒരുപാട് ആയത്തുകളിലൂടെ ഇത് പറയുന്നുണ്ട്. ഒരുപാട് ആയത്തുകളിലൂടെ ഇത് സംബന്ധമായിട്ട് അല്ലാഹു തആല പറയുന്നു. അൽ-കഹ്ഫ് സൂറയിൽ അല്ലാഹു പറയുന്നു, ഒരു അലങ്കാരമാണ് എന്ന് പറയുന്നു. അപ്പൊ ഒരിക്കലും അള്ളാഹുവിനെ മറന്ന് നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ കാരണം അള്ളാഹുവിനെ മറക്കരുത്. അള്ളാഹുവിന്റെ ദീനിന് വിലക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നോക്കൂ സഹോദര, നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പഠിക്കാനും പറഞ്ഞയക്കുന്നുണ്ട്. പലരും പെൺകുട്ടികളെ ദൂരസ്ഥലങ്ങളിലേക്ക് പഠിക്കാനും പറഞ്ഞയക്കുന്നുണ്ട്. ഹോസ്റ്റലുകളിൽ അവർ താമസിക്കുന്നുണ്ട്. അവർ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ നിന്ന് അവർ ടൂർ പോകുന്നുണ്ട്. പഠിക്കാൻ നമുക്ക് പറഞ്ഞേക്കാം, പക്ഷെ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. പൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിൽ സഹോദര പെൺകുട്ടികളെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പുഷ്പിത ഘട്ടങ്ങളിലാണ് 2-3 ദിവസങ്ങൾക്കൊക്കെ സഹോദര പറഞ്ഞയക്കുന്നത്, ടൂർ പറഞ്ഞേക്കുന്നത്. ആക്സിഡന്റ് വാർത്തകളൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ സങ്കടം തോന്നും. ഒരു കാറിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് കൂടെ മുസ്ലിം സഹോദരങ്ങൾ എന്തിന്റെ പേരിലാണെങ്കിൽ
മുസ്ലിമാണെങ്കിലും സഹോദര, മുസ്ലിമാണെങ്കിലും നോക്കൂ, നിങ്ങൾ മുതിർന്നവർ വകുപ്പുണ്ടോ ഇതിന്? ഇല്ല. ആരെയും വേദനിപ്പിക്കാൻ പറയല്ല, പക്ഷേ എത്ര വലിയ തെറ്റാണിത്. 13 വയസ്സുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അള്ളാന്റെ തിരുദൂതർക്ക് 10 കൊല്ലം നബിയുടെ വീട്ടിൽ ഖിദ്മ ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഹിജാബിന്റെ ആയത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് 13 വയസ്സാണ്. 13 വയസ്സ്, വെറും 13 വയസ്സ് മാത്രമുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, സൈനബ ബീവിയെ നബി കല്യാണം കഴിച്ച ആ ദിവസമാണ് ഹിജാബിന്റെ ആയത്തിറങ്ങിയത്. സഹോദര, ആ 13കാരന്റെയും സൈനബ ബീവിയുടെയും ഇടയിൽ വെലിതൂക്കി കാണാൻ പറ്റൂല. അത്രത്തോളം പ്രധാനപ്പെട്ട സംഗതിയല്ലേ നമ്മൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഏർവാടിയിലേക്ക്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും ഫാമിലി ടൂർ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ബസ്സിലാണ് തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും കുത്തി നിറച്ചു പോകുന്നത്. സഹോദരായേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ചില ഇടപെടലുകൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സിയാറത്ത് എന്ന സുന്നത്തായ കാര്യം ചെയ്യുമ്പോൾ ഹറാമ് വരുന്ന ശ്രദ്ധിക്കേണ്ടതല്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്തിന് പോകുമായിരുന്നു. കാരണം ആയിഷ ബിയുടെ ഭർത്താവാണ് അവർ. അതുകൊണ്ട് റൗള ഷരീഫിലേക്ക് പോകുമ്പോൾ ഔറത്ത് പരിപൂർണമായിട്ട് മറക്കൂല. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന തിരുദൂതരാണ് ജീവിതത്തിൽ കാണാൻ പറ്റിയ ആള്. പിന്നീട് അള്ളാന്റെ തിരുദൂതരുടെ അരികെ മറവ് ചെയ്തത് റസൂലുള്ളാഹിന്റെ വലം കൈയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ ശേഷവും ആയിഷ റളിയല്ലാഹു അൻഹ സിയാറത്തിന് പോകുമായിരുന്നു. എന്തുകൊണ്ട്? ഒന്ന് തന്റെ ഭർത്താവാണ്, മറ്റൊന്ന് തന്റെ പിതാവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവാണ്. പിന്നീട് അവിടെ മറവ് ചെയ്തത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്തതിന്റെ ശേഷം പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ സിയാറത്തിന് പോകുമ്പോൾ ഫുൾ ഹിജാബിലായിരുന്നു പോയിരുന്നത്. എന്താ കാരണം? ഖബറിൽ കിടക്കുന്നത് ഒന്ന് ഭർത്താവും ഒന്ന് പിതാവുമാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്നത് തനിക്ക് അന്യപുരുഷനായ ഉമറുൽ ഫാറൂഖാണ് റളിയല്ലാഹു അൻഹു. ഖബറിൽ കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു മാനിച്ചുകൊണ്ടാണ് സഹോദര ആയിഷ റളിയല്ലാഹു അൻഹ ഔറത്ത് പൂർണ്ണമായിട്ട് മറച്ചുപോയത്. മനസ്സിലാക്കണം നിങ്ങൾ. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. നബിയെ, താങ്കൾ ഭാര്യമാരോടും മക്കളോടും മുഴുവൻ മുഅ്മിനീങ്ങളുടെ പെണ്ണുങ്ങളോടും പറയണം. എന്ത്? അവരുടെ മൂടുപടവയെ അവർ താഴ്ത്തിയിടട്ടെ. ഹിജാബ് വേണമെന്ന് ഖുർആൻ പറയണം. അതുകൊണ്ടുള്ള ഖുർആനിൽ പ്രത്യേകം പെണ്ണുങ്ങളോട് എന്ത് പറഞ്ഞത്? വഖർന ഫീ ബുയൂതികുൻ. അവരവിടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയട്ടെ എന്നാണ്. അതേ ആയത്തിലാണ് നിസ്കരിക്കട്ടെ എന്ന് പറയേണ്ടത്. അതിനുവേണ്ടി പുറത്ത് ചാടണം എന്നല്ല, നിസ്കാരം അവിടെ തന്നെ വേണമെന്നാണ്. എത്ര ശ്രദ്ധിക്കേണ്ടതാ സഹോദര. നമ്മുടെ പെൺകുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കാൻ പറഞ്ഞേക്കുമ്പോ ഏറെ ശ്രദ്ധിക്കണം. അവരെ കാര്യത്തിൽ വലിയ ജാഗ്രത വേണം. അന്യ ആണുങ്ങളോട് കൂടെ ഒന്നിന്റെ പേരിലും സുഖവാസ കേന്ദ്രങ്ങളിലേക്കും മറ്റൊക്കെ യാത്ര പോകുന്നൊരവസ്ഥ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. വല്ലതൊക്കെ സംഭവിക്കുമ്പോഴാണ് നാലോകർ ഇതറിയുന്നത്. ആരും അറിയാതെ എന്തൊക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ്, ചാറാമുകളാണ്. ശ്രദ്ധിക്കണം. അള്ളാഹു വെച്ച വളയം നമ്മൾ വിട്ടു ചാടിയാൽ അള്ളാഹു നമ്മളെ പിടികൂടും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ് മുസീബത്തിനെ പറ്റി. നമ്മൾ വില കൊടുത്ത് വാങ്ങരുത്. ഏറെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. നമ്മുടെ സമ്പത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരു പരീക്ഷണം. മുതലൊരാൾക്ക് ഒരുപാട് ഉണ്ടാവുക, സന്താനങ്ങൾ ഉണ്ടാവും. പരീക്ഷണം അതായത് എങ്ങനെ പരീക്ഷിക്കുന്നത്? ആ സന്താനങ്ങളിൽ ആ സമ്പത്തിന് ശരിക്കും പരിചരിക്കുന്നുണ്ടോ? അത് ദീനിന് ഉപകാരപ്പെടുത്തുന്നുണ്ടോ, ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അത് കാരണം ഇയാൾ പിഴക്കുന്നുണ്ടോ, നന്നാവുന്നുണ്ടോ? പരീക്ഷണമാണ്. അത് കാരണം നന്നായാൽ അദ്ദേഹത്തിന് വിജയമായി, അല്ലേ അദ്ദേഹത്തിന് പരാജയം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു അലങ്കാരല്ലേ. ഇത് വരും, അത് പോകും. അത് നമ്മൾ വല്ലാതെ കണക്കിലെടുക്കേണ്ട. നാളേക്ക് ഉപകാരപ്പെടും. സഹോദര, നമ്മുടെ കുട്ടികൾ സ്വാലിഹീങ്ങളായാൽ നാളേക്ക് നമുക്ക് ഉപകാരപ്പെടും. കുറെ അറിവുണ്ടാകുക എന്നല്ല, സ്വാലിഹായാൽ മതി.
സിറാത്ത് പാലം കടക്കാൻ ആവശ്യമായ ഇൽമ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. എന്തായിരുന്നാലും വേണം. വിപുലമായി കൊടുക്കാൻ കഴിഞ്ഞാൽ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ പണ്ഡിതന്മാരെ വേണമല്ലോ. വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാരെന്ന് പറയുന്നത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. വാപ്പാന്റെ സ്വത്ത് മക്കൾ അനന്തരം എടുക്കുന്നത് പോലെ ദൗത്യ നിർവഹണം പണ്ഡിതന്മാർ അനന്തരം എടുക്കും. തലയെ കെട്ടിയവരും തൊപ്പി വെച്ചവരും മുഴുവനും അങ്ങനെ പണ്ഡിതന്മാരാണെന്ന് കരുതണ്ട. ഉഖ്റവിയായ പണ്ഡിതന്മാർ അൽ ഉലമാ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കയ്യിൽപ്പെട്ടതാണ്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ ഇൽമിന്റെ ഉടമയായിരുന്നു. ദീനിന് ജീവൻ നൽകിയെന്ന് പറഞ്ഞാൽ തന്നെ നോക്കുവാണ്. അബ്ദുൽ ഖാദർ എന്ന അദ്ദേഹത്തിന് എത്ര പേരുകളാ. ഗൗസുല്ലാണെന്നും മഹാസഹായി. മുഹ്യിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന് ജീവൻ നൽകിയ ആളെന്നാണ്. അദ്ദേഹം വരുന്ന സമയം വളരെ കാലഘട്ടം മോശമായിരുന്നു. ജനങ്ങൾക്ക് വഴി കാണിക്കാൻ അള്ളാഹു അയച്ചു. ഔലിയാക്കൾ എല്ലാ കാലത്തുണ്ടല്ലോ. ഇവരൊക്കെ ആദ്യം തന്നെ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ഔലിയാക്കളല്ല. അവരൊക്കെ ഇങ്ങനെ വന്നതാണ്. അവരുടെ മാതാപിതാക്കൾ അതീവ ജാഗ്രത പുലർത്തിയതുകൊണ്ടാണ്. ഈ വിഷയം പറയുമ്പോൾ ഈ സമയം വളരെയധികം യോജിച്ചു വന്നിട്ടുണ്ട്. റബീഉൽ ആഖിർ, രണ്ടാം വസന്തം. ഇത് രണ്ടാം വസന്തമാണ്. നമ്മൾ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഏറെ പരാമർശിക്കുന്ന മാസമാണിത്. കുട്ടികളെ, മക്കളെ എങ്ങനെ കാണണം എന്നുള്ളതിന് സഹോദര മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഉമ്മയെ മാതൃകയാക്കും. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഈ ചെറിയ കുട്ടി ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അങ്ങനെയുള്ള ചില ആളുകളെ അല്ലാഹു തആല ഉയർത്തുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വലിയ പക്വത നൽകും. ചില കുട്ടികൾക്ക് 1ാം ക്ലാസ്സിൽ തന്നെ വലിയ പക്വത ഉണ്ടാവും. പരിധി വിട്ട കളിക്കില്ലാത്ത കുട്ടികൾ അധ്യാപകർക്ക് വളരെ ഇഷ്ടമാകും, മാതാപിതാക്കൾക്ക് വളരെ ഇഷ്ടമാകും. അങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിൽ വലിയ പണ്ഡിതന്മാരോ മറ്റോ ആയി വരും. അപ്പൊ സ്വന്തം നാട്ടുകാർക്ക് വരെ അവനെ ആക്ഷേപിക്കാൻ പറ്റൂല, അയാൾ ആക്ഷേപിക്കാൻ പറ്റില്ല. കാരണം അവർക്കറിയാം ചെറുപ്പത്തിൽ ഇവൻ നല്ല ആളായിരുന്നു. അമ്പിയാക്കൾ അങ്ങനെ ആയിരുന്നല്ലോ. അവിടെ അനന്തരമായിട്ട് ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ ഇവർക്കും വ്യക്തിവിശുദ്ധി ഇല്ലെങ്കിൽ പ്രശ്നം. അള്ളാഹു ഒരു കാവല് കൊടുക്കുന്നത്. അബ്ദുൽ ഖാദർ എന്ന കുട്ടി അത്ഭുതം സൃഷ്ടിച്ച സഹോദര. മക്കയിൽ അറഫ നടക്കുന്ന ദിവസം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ പിതാവിന് കൃഷി ഉണ്ടായിരുന്നു. ഒരിക്കൽ അബ്ദുൽ ഖാദർ എന്നവർ മുഹ്യിദ്ദീൻ ശൈഖ് ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഒരു പശുവിന്റെ പിന്നാലെ പോകുമ്പോൾ അത്ഭുതകരമായ രൂപത്തിൽ ഒരു കറാമത്ത് നടന്നു. ആ പശു തിരിഞ്ഞു നിന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദർ, അബ്ദുൽ ഖാദറെ, നിന്നെ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതെല്ലാം എന്റെ പിന്നാലെ നടക്കണ്ട. അതായത് ഇൽമു പഠിക്കണം, വലിയ ദൗത്യം നിർവഹിക്കാനുള്ള ആളാണെന്നുള്ള ഈ സൂചന. പശു സംസാരിക്കോ? നബിയുടെ കാലത്ത് സംസാരിച്ചല്ലോ. ഒരു സാധാരണക്കാരനോട് പശുവിന്റെ പുറത്ത് കയറിയോ? ഒട്ടകത്തിന്റെ പുറത്തും കുതിരന്റെ പുറത്തും കഴുതന്റെ പുറത്തും യാത്രയ്ക്ക് കയറാറ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? കുടുങ്ങിയപ്പോ പശുവിന്റെ പുറത്ത് കയറി. ഇപ്പൊ ഈ സൈക്കിളൊക്കെ പഞ്ചറായാൽ കുട്ടികളുണ്ട് വെല്ലോടത്ത് വെച്ച് കാണാൻ കയറില്ല എന്നതുപോലെയാണ് കയറിയതാ. അപ്പൊ ഈ പശു സംസാരിച്ചു, ഇറങ്ങാൻ എന്നെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല, യാത്ര കയറാൻ ഒട്ടകം. റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ നിന്ന് ഈ സംഭവം വിശദീകരിച്ചപ്പോ സ്വഹാബത്തെല്ലാരും കൂടി സുബ്ഹാനല്ലാഹ്, പശു സംസാരിക്കും. അപ്പൊ റസൂൽ എന്താ പറഞ്ഞറിയോ? എന്റെ അബൂബക്കറും എന്റെ ഉമറും ഈ സദസ്സിലുണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും സുബ്ഹാനല്ലാഹ് പറയുമായിരുന്നില്ല. സംഗതി അത്ഭുതമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ അബൂബക്കറിനും ഉമറിനും പിന്നെ എന്തുണ്ടാവില്ല? ഒരത്ഭുതം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു തന്നെ ശരി. ഇവർക്ക് സംശയം ഉണ്ടായതുകൊണ്ടല്ല. അപ്പൊ പശു സംസാരിക്കുന്നു, മനസ്സിലായി? ഏറും അറഫനാൽ പശുവെ പായിച്ചാരെ ഇതിനോ പാടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. വിഗതിമാലയിൽ ഞാൻ ഉദ്ധരിക്കുന്നത് ഈ ആയത്തിനോട് ബന്ധപ്പെട്ടൊരു വിഷയം ഈ സന്ദർഭത്തോട് ബന്ധപ്പെട്ടത്. അറഫ ദിവസം പശു സംസാരിക്കാണ്. കുട്ടിയോട് പറയാം, അബ്ദുൽ ഖാദർ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല. നമ്മുടെ മക്കളോട് പോട്ടെ, നമ്മളോട് ഇപ്പൊ അങ്ങനെ ഒരു ജീവി സംസാരിച്ച് നമ്മൾ ബോധം കൊടുക്കും, അന്തം വിട്ടു അല്ലേ? ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ആട് അല്ലെങ്കിൽ ഒരു നായ, നമുക്കൊരു പേടി. ആ നായനെ കണ്ടപ്പോ പക്ഷെ നായ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് വരല്ലേ, നിന്നെ ഞാൻ ഒരിക്കലും കടിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം അവിടെ ബോധം കിട്ടും. ഇത് കണ്ട് ഞങ്ങൾ അങ്ങാടിയുള്ള കൂടി ഓടി ചെന്നാൽ നായ അവരോട് പറയാണ്, ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഇയാളോട് ഞാൻ കടിക്കൂല എന്ന് പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ബോധം കിടണമെന്ന് ഞങ്ങളോട് ആ നായ ചോദിച്ചാൽ നമ്മളെല്ലാവരും ബോധം കിട്ടും. മിനി ബസ് വിളിച്ച് കൊണ്ടുപോകേണ്ടി വരും തൊട്ടടുത്ത ആശുപത്രി. ഒരു മൃഗം സംസാരിക്കാൻ. എന്നാ സഹോദര അബ്ദുൽ ഖാദർ എന്ന കുട്ടി പേടിച്ചില്ല. ആരും സംശയിക്കരുത് കേട്ടോ. മൃഗങ്ങളൊക്കെ സംസാരിക്കുന്നത് നമുക്ക് തിരിയാത്തത് കൊണ്ടാണ്. മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമുക്ക് തിരിയാത്തത് കൊണ്ടാണ്. അവർക്ക് അവരുടെ ഭാഷ തിരിയുന്നുണ്ട്. ഉറുമ്പ് സംസാരിച്ച കഥ ഖുർആൻ പറഞ്ഞപ്പോ കളിയാക്കിയവരുണ്ടല്ലോ. അപ്പൊ യൂറോപ്യന്മാര് തെളിയിച്ചു ഉറുമ്പുകളുടെ മഹത്വം.
മനുഷ്യരെക്കാൾ പല വിഷയങ്ങളിലും മുന്നിലാണ് ഉറുമ്പുകൾ. അവർ ചാലിട്ടൊഴുകുന്ന ഉറുമ്പുകളുടെ ഐക്യം മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും കൂടി നമുക്ക് ഐക്യണ്ടാവില്ല. ഷോർട്ട് വടി തെരഞ്ഞെടുത്ത് പള്ളിയിലേക്ക് പോകും. നമുക്ക് ആകെയുള്ള വിഷയം നമ്മുടെ ചെരുപ്പ് എവിടെങ്കിലും ഒന്ന് പാത്തു വെക്കണം എന്നായിരിക്കും. അപ്പൊ മയ്യത്തിന്റെ കൂടെ പോകാന്നുള്ള സുന്നത്തൊക്കെ നമ്മൾ നഷ്ടപ്പെടും. ഒറ്റക്ക് പോകല, മറ്റൊന്ന് സ്വീപ്പാക്കും. ഇങ്ങനെ പോകാറ് വെറുതെ ഞേലൊക്കെ വളഞ്ഞു പോകണം. ആ വളഞ്ഞു പോക്കിനല്ലേ കൂലിയുള്ളൂ. മയ്യത്ത് വളഞ്ഞു പോകണമെന്നില്ല, മയ്യത്തിന്റെ കൂടെ പോകണം. മയ്യത്ത് വളഞ്ഞു പോവാണെങ്കിൽ വളഞ്ഞു പോകേണ്ടി വരും. നമ്മളങ്ങനെ ഉറുമ്പുകൾ അങ്ങനെയല്ല. ഉറുമ്പുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകുന്ന സമയത്ത് നമ്മളെ ബ്ലോക്ക് ആക്കിയാൽ ഉറുമ്പുകൾ ഇങ്ങനെ പോകും. ഞാൻ ബ്ലോക്ക് നീക്കിയാലും അവരങ്ങനെ തന്നെ പോകും. അവരയക്കാണ്. ഉറുമ്പുകൾ സംസാരിക്കുന്ന സയൻസ് തെളിയിച്ചു. സഹോദര, പശു സംസാരിച്ചതിൽ അത്ഭുതപ്പെടേണ്ട. നമുക്ക് തിരിയാത്തത് കൊണ്ടാണ്. നമുക്ക് മനുഷ്യന്മാര് പറഞ്ഞാൽ നമുക്ക് തിരിയുന്നില്ലല്ലേ. ഒരു ബംഗാളി വന്നിട്ട് ഇവിടെ പൂരത്തെറി പറയാം. നമുക്ക് ആർക്കും അയാളെ ഭാഷ തിരിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 500,000 നിരോധിക്കപ്പെട്ടത് കൊണ്ട് ഈ ചങ്ങാരിക്ക് നാട്ടിൽ പോകാൻ പണമില്ലാത്ത വിഷയമായിരിക്കും പറയുന്നതെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 500 രൂപ പിരിച്ചിട്ട് അയാൾക്ക് കൊടുത്ത് അയാൾ ആകെ മേപ്പെട്ടു. ഈ ജാതി തെറി പറഞ്ഞിട്ട് പൈസ തരേ. ഇവരെന്ത് മനുഷ്യന്മാരാണ്? പിന്നെ പശു സംസാരിച്ച് തിരിയാത്ത സഹോദര, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് അങ്ങനെ സംസാരിച്ചു അത്രേ. അങ്ങനെയാണ് തന്റെ കുട്ടിയെ ഇൽമു പഠിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞയച്ചത്. അവിടെ നമുക്ക് വലിയ മാതൃക. ആ ഉമ്മ കൊടുത്ത നിർദ്ദേശം എന്താ സഹോദര? ഇന്ന് പലരും കൊടുക്കുന്ന നിർദ്ദേശം പോലെയല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട്ടിൽ വരുമ്പോ നല്ലൊരു പേന. അപ്പൊ ഉമ്മ ചോദിക്കാണ്, എവിടുന്ന മോനെ ഈ പേന? നല്ല പേനയുള്ള ഉസ്താദിന്റെ. എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ട് ഉസ്താദ് സമ്മാനം തന്നതാ. ഏയ് സമ്മാനം ഉസ്താദോ? അതൊന്നുമല്ല, ഇത് ഞാൻ ഉസ്താദിന്റെ മേശപ്പുറത്ത് നിർത്താം. ഉസ്താദ് കണ്ടോ? ഇല്ലല്ല, ഉസ്താദ് കണ്ടത് കിട്ടും. ഞാൻ ഉസ്താദ് അറിയാതെ ഉസ്താദിന്റെ പേന പൊക്കിയതാണ്. അപ്പൊ ഉമ്മ ചോദിക്കാണ്, എടാ ഉസ്താദിന്റെ കണ്ടോ? ഇല്ലമ്മ, ഉസ്താദ് കണ്ടല്ലോ. ഉസ്താദ് എന്തൊരാവശ്യത്തിന് ആരോ ഓഫീസ് റൂമിൽ വന്നപ്പോ അങ്ങോട്ട് പോയി. ഞാൻ ആ സന്ദർഭത്തിൽ നല്ല എടുത്ത. കുട്ടികൾ ആരും കണ്ടിട്ടില്ല, ഉസ്താദും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനത്തെ സ്ഥലത്ത് അത് പാത്തിച്ചു. കണ്ടിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അതിന് മദ്രസ കൊണ്ടുപോകില്ല. അപ്പൊ ഉമ്മക്ക് വീണ്ടും സംശയം. ഉറപ്പല്ലേ? കണ്ടിട്ടില്ല? ഉറപ്പാണ്. അപ്പൊ ഉമ്മ പറയണം, എന്നെ സമ്മതിച്ചു. ജപ്പാന്റെ മാതിരി തന്നെ വളരെ ഉഷാറാണ്. ഇപ്പൊ വരും കള്ളനെ കാണാം. ആ താവഴിയായിട്ട് വരികയാണ്. ഇവിടെ ഇതാണോ ഈ ഉമ്മ ചെയ്യേണ്ടത്? സഹോദര, ഇങ്ങനെ എത്രയാളുകൾ ഗൾഫിൽ നിന്ന് വരുന്ന ചില സഹോദരങ്ങൾ ആരെങ്കിലും കേൾപ്പിച്ച വസ്തുക്കൾ വല്ല പൂഴ്ത്താൻ ചിലപ്പോൾ ഭാര്യ പ്രേരിപ്പിക്കും. അത് എയർപോർട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പോരെ? പറഞ്ഞാൽ പോരെ? സഹോദര, അതൊക്കെ തിരിച്ചടിക്കും വഞ്ചന. ചെറിയ കുട്ടികൾക്ക് വരെ ആദ്യം കളവ് പഠിപ്പിക്കുന്ന നമ്മളാണല്ലോ. വാപ്പാൻ അന്വേഷിച്ച് പുറത്തൊരാൾ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു. 10,000 രൂപ കൊടുക്കാണ്ട് വാപ്പേ അയാൾ തെരഞ്ഞൊന്നാ. അപ്പൊ മകനോട് വാപ്പ പറയാണ്, ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. കുട്ടി ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളവ്. കുട്ടി ഇങ്ങനെ വാപ്പാനെ നോക്കുക. പിന്നെ ആരാ ഈ പറയണ്ടേ? പോയി പറയടാ. വാതിൽ തുറന്ന ഉടനെ തത്തമ്മയെ പൂച്ച ഉടനെ പറയുന്നത് വാപ്പ ഇവിടെ ഇല്ല. അയാൾ ചോദിക്കും, എവിടെ പോയതാ? അപ്പൊ ഇയാൾ എന്നെ ചോദിക്കണല്ലോ. ഓൻ അകത്ത് വന്നിട്ട് വാപ്പനോടെ കണ്ണുകളെ അവിടെ പോയി എന്നാ ചോദിക്കട്ടെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞടാ. എനിക്ക് കോഴിക്കോട് പോയി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമുണ്ട്. അതൊക്കെ പറയണ്ടേ? ഇവൻ പോയിട്ട് ഇവനെ പറയാ വാപ്പ കോഴിക്കോട്ട് പോയതാ. ശരി, അയാൾ തിരിച്ചു പോയി. മകൻ ഒരു കാര്യം ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു. ഉള്ളതിനെതിരെ പറയാൻ ഈ വാപ്പ ചിലപ്പോൾ വിശദീകരണം കൊടുക്കും. അയാൾക്ക് 10,000 രൂപ കൊടുക്കും. അപ്പൊ വാതിലൊന്നാൽ എന്നെ കണ്ടാൽ ബുദ്ധിമുട്ടാ. ഇങ്ങനെയാണ്. ഈ വാപ്പാനെ വെക്കൂല ഇവൻ. പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കളവ് പറയല്ലേ എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യാലെ പൊന്നെ കൊടുത്തോവർ. മലയിൽ കാണാം. അബ്ദുൽ ഖാദർ എന്ന ആ കുട്ടിയെ പറഞ്ഞയക്കുന്ന സമയത്ത് സഹോദരൻ ആ കുട്ടിക്ക് പൊന്ന്, നാണയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന പോലെ പൊന്നാണ്, പൊന്ന് കൊടുത്തു. പക്ഷെ കുട്ടിയോട് പറഞ്ഞ ആരോടും നുണ പറയരുത്. അങ്ങനെ ഒരു സംഘത്തിന്റെ കൂടെയാണ് പോയത് ബഗ്ദാദിലെ. ആ പോകലാണ് സഹോദര. പിന്നെ കൊള്ളക്കാരി ഈ സംഘത്തെ പിടികൂടിയത്. എല്ലാം അടിച്ചു മാറ്റി. ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? കുട്ടി പറഞ്ഞു, 50 പൊന്നുണ്ട്. അപ്പൊ ഇവർ കളിയാക്കാൻ പറഞ്ഞാന്ന് കരുതി. ചെറിയൊരു പയ്യനല്ലേ.
വീണ്ടും ആവർത്തിച്ചപ്പോ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഈ പൊന്ന് കണ്ടപ്പോ അത്ഭുതപ്പെട്ടുകൊണ്ട് കൊള്ളക്കാരി ചോദിച്ചു, എന്താ സത്യം പറയാൻ കാരണം? ഉമ്മാന്റെ വസിയത്താണ്. കൊള്ളത്തരമെന്ന് അത്ഭുതപ്പെട്ടു. അള്ളാന്റെ കൽപ്പനക്കാണ് ഈ എതിര് ചെയ്യുന്നത്. ഒരു ഉമ്മാന്റെ വസിയത്ത് പോലും ഈ കുട്ടി ഇങ്ങനെ നടപ്പിലാക്കുന്നു. അവർക്ക് തൗബ ചെയ്ത് മടങ്ങാൻ ആ സംഭവം കാരണമായി. ഈ നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കളവ് പറയാൻ സമ്മതിക്കുന്നത്. സഹോദര, നാടെ റെക്കമെന്റിന് വേണ്ടി നമ്മൾ പരലോകത്ത് ഓരോ പ്രവാചകന്മാരെ സമീപിക്കുമ്പോഴും ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് നമ്മൾ എത്തും. ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് പറഞ്ഞേക്കും നൂഹ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി നമ്മളോട് എന്താ പറയാ? എന്റെ റബ്ബ് വലിയ ദേഷ്യത്തിലാണ്, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വല്ലാത്ത പേടിയിലാണ്. അദ്ദേഹം പറയുന്ന എന്താ? എന്നെ ഉത്സവത്തിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് എന്റെ ജനത വിളിച്ചപ്പോ ഞാൻ അവരോടന്ന് പറഞ്ഞിരുന്നു ഒഴിഞ്ഞു മാറാൻ, എനിക്ക് രോഗമാണ്, ഇന്നീ സഖീം. അത് സത്യത്തിൽ കളവായിരുന്നു, എനിക്കന്ന് രോഗമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അത് പറയൽ നിർബന്ധമായിരുന്നു, നിർബന്ധമായ കളവാണ് അത് പറയുന്നത്. എന്നിട്ട് പോലും ഇബ്രാഹിം നബി പറയുന്നത് അങ്ങനെ ഒരു സത്യത്തിനെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വിഷയത്തിൽ ഞാൻ പേടിയിലാകുന്നു. അങ്ങനെ നമ്മളൊക്കെ എത്ര കൂട്ടിലങ്ങാടി എന്നിട്ട് പറയാം, ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല, തിരൂര. ഇവൻ ചിലപ്പോ അപ്പുറത്തെ കടിയിൽ നിന്നാണ് കണ്ടുകൊണ്ട് വിളിക്കണത്, എന്തിനാ നല്ലത്? പുറത്ത് വന്നിട്ടൊരു കൊട്ടൊട്ടിയിട്ട് നല്ല തിരൂര എന്ന് പറഞ്ഞാൽ ഇവൻ ചിലപ്പോ പറയും ഞാൻ പഴച്ചതാണ്. ചിലപ്പോണ്ടല്ലേ നമ്മൾ പറയുമ്പോ ഒരു പഴക്കല്, അത് വേറൊരു കളർ. ഒന്ന് നീർത്താൻ വേറെന്ന് പറയുന്നത്. എത്ര ആളുകളുണ്ട് അങ്ങനെ, എത്ര ആളുകളുണ്ട്. ഞാൻ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ ഉള്ളതിനെ പറയലാണ്. നമ്മള് കാരണം സംഘാടകർ കുടുങ്ങാൻ പാടില്ലല്ലോ. അള്ളാന്റെ തൗഫീഖോട് കൂടെ 2000 ഖുർആൻ ക്ലാസ് തുടങ്ങിയിട്ട് 17 കൊല്ലമായല്ലോ. ഇതിന്റെ ഇടയിൽ ഞാൻ ഏറ്റവും ഒറ്റ ഖുർആൻ ക്ലാസ് മുടങ്ങിയിട്ടില്ല. ഒരു സ്ഥലത്തും ഞാൻ ചെല്ലാതെ മുടങ്ങിയിട്ടില്ല. അഹങ്കാരം പറയല്ലോ, അള്ളാന്റെ നിയമത്ത് പറയാം. അത് വിളിക്കേണ്ട ആവശ്യമില്ല. ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആണ് അവിടെ എത്തും. നമ്മൾ ആ കൃത്യസമയത്ത് പരമാവധി ശ്രദ്ധിക്കും. ഒരിക്കൽ ക്ലാസ്സിന് റോഡ് ബ്ലോക്ക് ആയിട്ട് വൈകി. അപ്പോ കുട്ടികളവിടെ നിന്ന് വിളിച്ചു, ഉസ്താദ് എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പുറത്തേക്ക് നോക്കിയിട്ട് അപ്പൊ നമ്മൾ ആ കൃത്യ സ്ഥലമാണ്. അത് കഴിഞ്ഞ് അതേ സ്ഥലത്ത് നിന്ന് വേറെ കുട്ടി വിളിച്ചു, ഉസ്താദ് യഥാർത്ഥത്തിൽ ഇപ്പൊ എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞത്, സഹോദര, ചിലരൊക്കെ കളിക്കുന്നത് കൊണ്ടാണത്. പെരിന്തൽമണ്ണെന്ന് പ്രഭാഷണത്തിന് കൂട്ടിലങ്ങാടിക്ക് വരുന്ന ആളാണെങ്കിൽ അതിപ്പോ പെരിന്തൽമണ്ണെന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞ പ്രശ്നമെന്നുള്ളതുകൊണ്ട് മക്കര പറമ്പെത്തി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പിന്നെ അവിടെ പെരിന്തൽമണ്ണെന്ന് അപകടത്തിൽ അയാൾ മരിച്ച എന്താ ചെയ്യാ? അത് മരിച്ചത് നമ്മളെ ഉസ്താദാവൂല, അയാൾ ഇവിടെ എത്തി എന്നുള്ള പറഞ്ഞെന്നല്ല പറയാം. എന്തിനാന്നാണ് പറയുന്നത്? ഉള്ളതെന്ന് പറഞ്ഞത്. അങ്ങനെ ചിലരൊക്കെ കളവ് പറയുന്നത് കൊണ്ടാണ് ചുടുവെള്ളത്തിൽ പൂച്ച ചാടിയാൽ പിന്നെ തണുത്ത വെള്ളം കണ്ടാലും പൂച്ചക്ക് ബേജാറാ എന്നതുപോലെ കുട്ടി ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ എവിടെ എത്തി? അപ്പൊ ആദ്യം പറഞ്ഞത് യഥാർത്ഥത്തിലല്ല എന്നല്ല. സഹോദര, ചിലരൊക്കെ കളിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിൽ നമുക്ക് 100ക്ക് 100 ആകണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ സത്യത്തിൽ തന്നെ കുറഞ്ഞൊരു പ്രയാസം ഉണ്ടെങ്കിലും സത്യം പറയണേ, അല്പം കയ്പാണെങ്കിലും സത്യം എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന് വിജയം വരുള്ളൂ. നുണ പറഞ്ഞാൽ അത് പൊളി. പിന്നെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അത് പൊളിയോ എന്നുള്ള. കുട്ടികളെ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര. ഇവിടെ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാരണം, ആ കുട്ടി കാരണം സഹോദര, ആ കൊള്ളക്കാര് നന്നായി. ആ കുട്ടി അതിന് പ്രേരിപ്പിച്ചത് തന്റെ മാതാവാണ്. ഇതാണ് ഇപ്പൊ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ തന്റെ കുട്ടിനെ ഇൽമു പഠിക്കാൻ പറഞ്ഞയച്ചത് കൊണ്ട് എന്തായി? അദ്ദേഹം ഒരു വെറുതെ ഒരു ശൈഖല്ല. അപ്പൊ ശൈഖ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും പലരും. കാരണം കള്ള ഷെയ്ഖുമാരുണ്ട്. ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ ധാരണ പെരുന്താടിയും ഒരു പച്ചവല്ലിയും പിന്നെ ഒരാഴ്ച കുളിക്കാതിരുന്നാൽ ഷെയ്ഖായി. അങ്ങനല്ലല്ലോ, അത് അതിന്റെ ഐഡന്റിറ്റി അല്ലല്ലോ. അള്ളാഹുവിലേക്ക് വളരെ അടുത്ത ആളുകൾ ആത്മീയമായി വല്ലാതെ അടുത്ത് അതൊരു ഭ്രാന്തായി മാറും. ജദുബിന്റെ ഹാല് എന്നൊക്കെ പറയും. ഓല് കുളിക്കാനൊക്കെ മടിക്കും. മകളെ കെട്ടിക്കുന്ന കാര്യം അല്ലെങ്കിൽ കുറെ സമ്പത്തുണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞു. അങ്ങനെയാണ് മാനസികമായ ആൾക്കാരുണ്ട്. ഓല് ചിലപ്പോൾ കുളിക്കാതെ നടക്കും. അതൊരു പിരാന്താണ്. അതുപോലെ ഒരു പിരാന്താണ് ഇതും. പക്ഷെ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് ഭൗതിക കാര്യമാണ്, ഒന്ന് ആത്മീയ കാര്യമാണ്. അവരെ ആക്ഷേപിക്കാൻ പറ്റുമോ? എന്നാൽ ചില ആളുകൾ അതേപോലെ അഭിനയിക്കുന്നുണ്ട്. അവർക്കൊരു ജദുവിന്റെ കാര്യമല്ല, പണത്തോട് ഓരോട് ബന്ധപ്പെട്ടാൽ മതി. അത് എണ്ണുന്ന വിഷയത്തിലും വാങ്ങുന്ന വിഷയത്തിലും ഒരു പ്രശ്നമില്ല. നിസ്കരിക്കാൻ പോകില്ല ജദുവിന്റെ
പണ്ട് ഇവിടെ ഒരു ഷെയ്ഖ് വന്നു കേരളത്തിൽ, കള്ളുടിക്കും. മുരീദന്മാര് പറഞ്ഞത് ഷെയ്ഖിന്റെ വായയിൽ കള്ളെത്തിയാൽ അത് പാലായി മാറുന്ന അടിന്റെ കമ്മിയാണ്. അങ്ങനെ ഒരു ഷെയ്ഖ് വന്നല്ലോ കേരളത്തിൽ. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ പോലെയുള്ളവർ, അങ്ങനെയുള്ള മഹത്തുക്കൾ അവർക്കെതിരെ പടവെട്ടി. അതുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പിഴുതെറിയപ്പെട്ടു അങ്ങനത്തെ ഷെയ്ഖന്മാരും തരീഖത്തും. പിന്നെ മതത്തിന്റെ പുറത്തുള്ള ആളുകൾ വരെ കളിക്കല്ലേ. മുമ്പ് ഒരാൾ ഇവിടെ വന്നു, ഫക്കീറുപ്പാപ്പ, അയാളിങ്ങനെ ഊരിയാലേ കുഴഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ എഴുന്നേൽക്കത്രേ, മലത്തി പിടിച്ച് കൊണ്ടുവരാ ഇയാൾ ചോദിച്ചു. ഈ അങ്ങാടിയിലൊക്കെ ഉണ്ടാകും ചില കച്ചവടം. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരു 10 ചോദിക്കാൻ, വേറെ ആൾ പറയും ഒരു 15 എടുത്താണ്. ഇത് കാണുമ്പോൾ നമുക്ക് ആവേശം, ഒരു 4 നമുക്ക് കൊടുത്തോളൂ, എന്നാൽ ഒരു 3 നമുക്ക് കൊടുത്തോളൂ. ആദ്യത്തെ 15 10 പിന്നെ കുറച്ച് ദിനം അങ്ങോട്ട് തന്നെ വരും. കച്ചവടക്കാരുടെ പരിപാടിയാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല, ഇതേ ഐഡിയ പ്രയോഗിക്കും. ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, കുഴയാത്ത ആളെ കുഴഞ്ഞു എന്നുണ്ട്, അയാൾക്ക് സ്ട്രോക്ക് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇയാൾ ഊരി അയാൾക്ക് ധൈര്യമായിട്ട് നീച്ച. ആ ഒരു എഴുന്നേൽക്കല് അയാൾക്ക് അന്നുള്ള ചെലവ് കഴിഞ്ഞു. ഇത് കണ്ടിട്ട് ആളുകളാണ്ട് ഊതാൻ പോയി. എന്ത് ചെയ്യും? യഥാർത്ഥ കുഴഞ്ഞോ എഴുന്നേൽക്കോ? ഇല്ല. അതിനുള്ള പവർ ഉണ്ടോ? ഇല്ല. ഇതുപോലെ കരുതരുത് സഹോദര. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇൽമിന്റെയും അതുപോലെ തന്നെ അമലിന്റെയും ഉടമയായിരുന്നു. നിങ്ങൾക്കറിയോ, 16 കൊല്ലം ഒരൊറ്റ ദിവസം മുടങ്ങാതെ, 16 കൊല്ലം ഒരൊറ്റ ദിവസവും കൂടി മുടങ്ങാതെ, ഒറ്റ ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായിട്ട് ഓരോ ദിവസം ഓരോ ഖത്തം ഓതിയ ആളാണ് ആര്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കാലുള്ള ശൈഖല്ല. ഇവരൊക്കെ പേരിൽ പ്രവർത്തിക്കുന്നവരുണ്ടെന്ന് അഭിനവ ശൈഖുമാർ ചിലർ, എല്ലാവരും അല്ല ചിലർ. എന്ത് ദീനാണുള്ളത്? ഒരു ബിസിനസ് എന്നല്ലാതെ പൈസ ഉണ്ടാക്കാം. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽമൂതനായി 3 കാത്തോവർ. മലയിൽ കാണാം. ഒറ്റക്കാലിൽ നിന്നിട്ട് ഉറക്ക് വരാതിരിക്കാനായി ഇശാഇന്റെ ശേഷം ഒറ്റക്കാലം വന്നിട്ട് ചുമരിൽ ഒരു വടി അടിച്ചു താഴ്ത്തി ടൈം പിടിച്ചു നിന്നിട്ട് ഓതും. സുബഹിന്റെ മുമ്പാകുമ്പോഴേക്ക് ഒരു ഖത്തം തീരും. അങ്ങനെ 16 കൊല്ലം തുടർന്നു. അതാ മുഹ്യിദ്ദീൻ ശൈഖ്. എത്ര വലിയ ഇൽമിന്റെ ഉടമയായിരുന്നു, എത്ര വലിയ ഇൽമിന്റെ ഉടമയായിരുന്നു. ഭയങ്കര അറിവായിരുന്നു. 100 ആളുകളടങ്ങുന്ന ഒരു പണ്ഡിത സംഘം അദ്ദേഹത്തിന് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നു. ചരിത്രത്തിൽ കാണാം. പക്ഷേ പരീക്ഷിക്കാൻ വന്ന അദ്ദേഹത്തിന്റെ സദസ്സിലിരുന്ന അവർക്ക് പെട്ടെന്ന് അവർ തലപ്പാവും കുപ്പായൊക്കെ വലിച്ചു കയറാൻ തുടങ്ങി. ഓരോരുത്തരും വന്ന് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചു. അദ്ദേഹം ഓരോരുത്തരിങ്ങനെ അണിഞ്ഞുകൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, മനസ്സിൽ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യമല്ലേ, അതിന്റെ ഉത്തരം ഇതാണ്. നോക്കൂ, കൃത്യമായിട്ട് പറഞ്ഞെടുത്തു. ചരിത്രത്തിൽ കാണാൻ സാധിച്ചു. ബഗ്ദാദ് ഒന്നായിട്ട് പിളരാന്ന് തോന്നിപ്പോയി ആളുകൾ. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന 100 പണ്ഡിതന്മാർക്ക് സംഭവിച്ചു. മാപ്പി വെച്ചു, കാല് പിടിച്ചു. ഇവരെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞു. അത് അല്ലാഹു തആല ഓരോരുത്തർക്ക് കൊടുക്കുന്ന കഴിവാണ്. കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ എന്ന മാരിയിൽ പറഞ്ഞതാണ്. ഇപ്പൊ ഇതിലിപ്പോ ചായയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവുന്നു അല്ലേ? ഇതന്നെ നമ്മളിത് വേണം. എന്താ കാരണം? ഇതിൽ പെപ്സി പറഞ്ഞ നിങ്ങൾ ചിലപ്പോൾ വരുന്നു, ഓ പൊടി കുറച്ച് കയറിയില്ലെന്ന്, അപ്പോൾ നിങ്ങൾ കട്ടൻ ചായ. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. അത് അള്ളാഹു കൊടുക്കുന്നൊരു കഴിവാണ്. അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. തിരുവങ്ങാടി പള്ളിയിൽ മഖ്ദൂമാരിൽപ്പെട്ട ഒരാൾ താലിയാകുന്ന കാലത്ത് മമ്പറന്നങ്ങൾ ജുമുഅക്ക് വന്നു. 1ാമത്തെ റക്അത്തിൽ ജുമുഅ നിസ്കാരം നിർത്തിയിട്ട് അദ്ദേഹം പോയി ലോഹർ നിസ്കരിച്ചു ഒറ്റക്ക്. ഇത് വിവാദമായി. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, തങ്ങൾ പാപ്പ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? എന്താ തങ്ങൾ പറഞ്ഞത്? നാൽക്കാലിയാളെ കച്ചവടം നിസ്കരിക്കുമ്പോ നാൽക്കാലിയാളെ കച്ചവടം നടത്തുന്ന ഇമാമിനോട് തുടരാൻ പറ്റൂല. ആളുകൾ മഖ്ദൂമാരിൽപ്പെട്ട ഖാദിനോട് ചെന്ന് ചോദിച്ചു, ഇങ്ങനെയാണ് മമ്പറന്നങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ജുമുഅ നിസ്കാരം മുറിച്ച് ലോഹർ നിസ്കരിക്കുക ചെയ്ത മഖ്ദൂം പൊട്ടിക്കരഞ്ഞു. എന്താ കാരണം? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കൊരു പശു ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതിനെ വിൽക്കേണ്ട കാര്യം 1 റക്അത്തിൽ ചിന്തിച്ചിരുന്നു. നോക്കൂ, നിങ്ങൾ മനസ്സിലുള്ളത്. ഞാൻ ഈ പള്ളിയിലെ കാലം, മമ്പറന്നങ്ങളുള്ള കാലം, ജുമുഅക്ക് മൂപ്പരുണ്ട് എന്നാണ് എന്റെ അഡ്രസ്. നമ്മളെ മനസ്സിലുള്ള എങ്ങാനും പറഞ്ഞാൽ ശ്രദ്ധ പോകും നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ചെങ്കിലും. സഹോദര, മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവാ. അതിൽ തെറ്റിദ്ധാരണ വേണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അറിയിച്ചു കൊടുത്താർക്കും അറിയും. പ്രവാചകന്മാർക്കൊക്കെ അറിയിച്ചു കൊടുത്തില്ലേ? പ്രവാചകന്മാരെല്ലാത്തവർക്കും അറിയിച്ചു കൊടുത്തു.
റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് മൂത്തത്തിന്റെ പടക്കളത്തിൽ ആദ്യം തന്നെ പറഞ്ഞു, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാമതായിട്ട് സയ്യിദ് ഷഹീദാകുന്നിട്ട് ജഅഫർ 3, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ. അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാൽ ചിലത് അള്ളാഹ് അറിയിച്ചു കൊടുക്കൂല. 1.5 മാസത്തോളം അറിഞ്ഞില്ല ആയിഷ ബി നിരപരാധിയാണോ അല്ലയോ എന്ന്. അത് അറിയിച്ചു കൊടുക്കില്ല. ബദറിന്റെ മുമ്പ് പറഞ്ഞു അബൂജഹൽ ഇന്ന ഭാഗത്ത് കൊല്ലപ്പെടും, അറിയിച്ചു കൊടുത്തു. ചിലർക്ക് അറിയിച്ചു കൊടുത്തു. അതിന് പ്രവാചകന്മാരാകണമെന്നില്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിന്റെ തലേന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നാളെ ഉഹദിൽ ആദ്യം ഷഹീദാകുന്നത് ഞാനായിരിക്കും. ആദ്യം ഷഹീദായത് അദ്ദേഹം മറഞ്ഞ കാര്യമാണ്, അള്ളാഹ് അറിയിച്ചു. മരണത്തിന്റെ വിഷയമുള്ളത് അത് കാര്യപ്പെട്ടാലോ അങ്ങനെ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നബിയല്ല എന്നല്ലേ പ്രബലം. അദ്ദേഹം മറഞ്ഞ കാര്യം പറഞ്ഞില്ലേ? മൂസാ നബിയോട് മൂസാ നബി ആകുന്ന പ്രവാചകരെ അറിയാത്തത് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കാര്യപ്പെട്ട ആളായിരുന്നു, പ്രവാചകനല്ല. മൂസാ നബിയുടെ ഉമ്മ, ഈസ നബിയുടെ ഉമ്മായിയുടെ ഇവരൊന്നും ആരല്ല, പ്രവാചികമാരല്ല. എന്നിട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അള്ളാഹു അറിയിച്ചു കൊടുത്തല്ല. എന്നതുപോലെ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, നമ്മുടെ വിഷയം എന്താ? അദ്ദേഹം ഒരാവസ്ഥയിലെത്താൻ അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു കാരണ. വാപ്പ മരിച്ചിരുന്നു. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവർ നമുക്ക് ഒരു വലിയ നാശവും ഒരു വലിയ ഫിത്നയും ആയി ഒരിക്കലും വരാൻ പാടില്ല. പടച്ചോൻ പരീക്ഷിക്കാം, ഈ മുതൽ കൊണ്ട് ഈ സന്താനങ്ങളെ കൊണ്ട് ഇവൻ രക്ഷപ്പെടുമോ. അപ്പൊ ഇതൊരു അലങ്കാരമായി മാറരുത്. അതിനെന്ത് വേണം സഹോദര? അതിനെന്ത് വേണം? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ദീന് കൊടുക്കണം, നല്ല രൂപത്തിൽ അവരെ വളർത്തണം, നല്ല രൂപത്തിൽ വളർത്തണം. എല്ലാ മേഖലയിലും വേണം. ഡോക്ടർമാര് വേണം, എഞ്ചിനീയർമാർ വേണം, നല്ല വിദ്യാസമ്പന്നർ വേണം, എല്ലാ പോസ്റ്റുകളിലും വേണം, അഭിഭാഷകർ വേണം, അതുപോലെ തന്നെ നിയമപാലകർ വേണം. സഹോദര, നല്ല ബിഷപ്പന്മാര് വേണം, നല്ല വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാര് വേണം, എല്ലാവരും വേണം. പക്ഷെ അവർക്കൊക്കെ ദീന് വേണം, അവർക്കൊക്കെ ദീന് വേണം. എന്നാ ഇൻഷാ അല്ലാഹ് നമുക്കത് വലിയ ഫലമാവും. അപ്പൊ നമുക്ക് നാളെ ഉപകാരപ്പെടുന്നതാണ്. നിബിധങ്ങൾ പറഞ്ഞു, അള്ളാഹു നൽകുന്ന ഒരു വലിയ സമ്പത്താണ് എന്ത്? തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനങ്ങൾ. ആ സ്വാലിഹ് അല്ലെങ്കിൽ ദുആയിരുന്നിട്ടും കാര്യമില്ല. അപ്പൊ ചിന്തിക്കണം, കുട്ടികളെ നമ്മളതിന് പ്രാപ്തരാണ്, കുട്ടികളെ നമ്മളതിന് പ്രാപ്തരാണ്. സഹോദര, നമ്മുടെ മക്കളെ നമ്മൾ അതിന് പ്രാപ്തരാക്കണം. അതിന് നല്ലൊരു വഴി എന്താ അറിയുങ്ങൾ? നല്ലൊരു വഴി, നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുപ്പിക്കണം. പള്ളിയിൽ പറ്റ ചെറിയ കുട്ടികളല്ല, ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പോരുമ്പോ അവരെ കൊണ്ടുവരാം. ചെറുപ്പത്തിലെ നമ്മളത് ശീലാക്കി, ചെറുപ്പത്തിലെ നമ്മൾ ശീലമാക്കിയാൽ വലിയ വിജയമുണ്ടാകും നമ്മുടെ സമുദായത്തിൽ. സുബഹിയുടെ ജമാഅത്തിന് പള്ളിയിൽ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങിയാൽ ഒരു നായയെയും പേടിക്കണ്ട. സുബഹിക്ക് പോകുമ്പോ നായ കടിക്കുക. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ചൊല്ലാൻ ഇറങ്ങിയാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ അള്ളാഹു ഏറ്റെടുക്കും. ഒരു പ്രതികൂല സാഹചര്യത്തിലെ പോക്ക്, തണുപ്പുള്ള സമയത്ത് പോലും. പിന്നെ ബാക്കി നിസ്കാരം കുട്ടി ഒഴിവാക്കൂല. എല്ലാത്തിനും അനുഭൂതിയായി. നമ്മൾ കുറേയൊന്നും ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഹിദായത്ത് നൽകണം. സഹോദര, വഴി കാണിക്കണം. ഹിദായത്ത് കൊടുക്കുന്ന അല്ലാഹു ആ നേർമാർഗം കാണിച്ചു കൊടുക്കണം. നമ്മൾ മരിച്ചാൽ ശരിക്കൊന്ന് മയ്യത്ത് സ്കരിക്കാൻ നമ്മുടെ മക്കൾ പ്രാപ്തരാകണം. അല്ലേ മുതലായത്? അല്ലെങ്കിൽ എന്താ കാര്യം? സഹോദര, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ വീട്? ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി നമ്മുടെ വിയർപ്പിന്റെ ഭാഗമായ നമ്മുടെ വീട് മഴ പെയ്യുമ്പോ ചോർന്നൊലിക്കുന്നു, വെയിൽ തട്ടുന്നു, താമസിക്കാൻ കഴിയൂല. എന്തിനാ വീട്? എന്തിനാ സഹോദര വീട്? വീട്ടിൽ ഒരിക്കലും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ആ വീട് എന്തിനാണ്? സഹോദര, ടയറില്ലാത്തൊരു വാഹനം നമുക്കെന്തിനാ? അല്ലെങ്കിൽ ടയറുണ്ട്, എഞ്ചിനില്ലാത്തൊരു വാഹനം എന്തിനാ? എഞ്ചിനുണ്ട്, എണ്ണ ഒഴിക്കാൻ പറ്റൂല, അതിൽ പെട്രോൾ നിറക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വാഹനം എന്തിനാ? ഒരു അലങ്കാരത്തിന്. നമുക്ക് ഉപകാരപ്പെടാൻ നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം. എത്ര സഹോദരങ്ങളുണ്ട് നമുക്ക് അനുഭവമാണ്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നവർ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നവരുടെ സമ്പത്ത് മാത്രമല്ല, ഖുർആൻ ഓതൽ ചെലവ് ചെയ്യല.
റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കാര്യമല്ലേ അത്. ഉമ്മയും വാപ്പയും ഉണ്ടായപ്പോൾ സമ്പത്തില്ലായിരുന്നു, അതുകൊണ്ട് അവരെ നോക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സഹാബി പറഞ്ഞില്ലേ. റസൂൽ എന്താ പറഞ്ഞത്? സാരല്ല, ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി താങ്കൾ ഖുർആൻ ഓതി ദുആ ചെയ്യുക, അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ ആദരിക്കാനും പറഞ്ഞു. വാപ്പാന്റെ സുഹൃത്തിനെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. വാപ്പാനോട് വലിയ ബന്ധമുള്ള സുഹൃത്തിനെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ വിളിക്കണം. എന്താ മാനദണ്ഡം? താന്റെ വലിയ സുഹൃത്തായിരുന്നു. ചില വീട്ടിലൊക്കെ ചെന്നപ്പ ഉപ്പാക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു ഉസ്താദെ, അപ്പൊ കുറച്ച് നെയ്യപ്പം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് സ്നേഹം. കുറെ തിന്നാനല്ലപ്പാ പറയുന്നത്. നെയ്യപ്പം കാണാത്ത ആർക്കുണ്ടായിക്കൂടെ? അതാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം. ഇഷ്ടമൊന്ന് ദ്വാരക്ക. മരിച്ചുപോയ വാപ്പാക്ക്, മരിച്ചുപോയ ഉമ്മാക്ക് വെള്ളിയാഴ്ച മറക്കൂല സഹോദര. കബറിങ്ങ പോയി വിങ്ങിപ്പൊട്ടി ദ്വാരക്കാണ്. നമുക്ക് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച, നമുക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിച്ച്, ഒരുപാട് ടെൻഷൻ അടിച്ച് മാതാപിതാക്കൾ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെയല്ലേ ഒരു രോഗം വരികയാണെങ്കിൽ എത്ര ഇല്ലെങ്കിലും കുട്ടിക്ക് ചികിത്സിക്കാൻ നമുക്ക് മടിയില്ല, എത്ര ഇടങ്ങാറാവണം. ആ കുട്ടികളെ നമുക്ക് എതിരായുള്ള അവസ്ഥ സഹിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മളെ മാതാപിതാക്കൾ. നാളേക്ക് ഉപകാരപ്പെടുന്ന മക്കളാകണം നമ്മുടെ മക്കൾ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മക്കള് ദീനിയായ അവസ്ഥയിലായാൽ വലിയ വരുമാനമായി. ആ കുട്ടി എന്ത് നല്ലത് ചെയ്താലും അതിന്റെ ഒരു വിഹിതം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അല്ലാഹു നമ്മുടെ കുട്ടികളെ, നമ്മുടെ സന്താനങ്ങൾ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു പരീക്ഷണം എന്താകരുത്. നേരെ മറിച്ചാണെങ്കിൽ ആലോചിച്ച് നോക്കും. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇബ്ലീസിനെ പോലെ പഴച്ചാലും അള്ളാഹുവിനിക്കൊന്നും വരാൻ പോണില്ല എന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ 10 മക്കളുള്ള ഒരാള് 9 മക്കളും നല്ല ലെവല്ല, 9 മക്കളും നല്ല സദ്വൃത്തര. പക്ഷെ ഒരു മകൻ കൊലപാതകത്തില് ഒരു പ്രതിയായിട്ട് സെൻട്രൽ ജയിലില്ല, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്ത കൊന്ന കേസിൽ പ്രതിയാണ് എങ്കിൽ 9 മക്കളും നന്നായിട്ടെന്താ? ഈ വാപ്പാക്ക് ആകെ ടെൻഷനാണ്, പുറത്തേക്കിറങ്ങാൻ പറ്റുന്നില്ല. അല്ലാഹു പറഞ്ഞതോ, നിങ്ങളിലുള്ള ആദ്യക്കാരും അവസാനക്കാരും അതുപോലെ നിങ്ങളിലുള്ള ജിന്നുകളും മനുഷ്യന്മാരും എല്ലാവരും ഏറ്റവും വൃത്തികെട്ട ഇബ്ലീസിനെ പോലായാലും എന്റെ ആധിപത്യത്തിൽ ഒരു ചുരുക്കവും അത് നൽകുന്നില്ല. ഒന്നും വരാനില്ല. നമ്മളൊക്കെ നന്നായാലും അള്ളാഹ്ക്ക് നേട്ടല്ല, ഒക്കെ മോശപ്പെട്ടാൽ കോട്ടൂല. നമ്മൾ തമ്മിൽ അങ്ങനല്ല. നമ്മളെ മക്കൾ നന്നായാൽ നമുക്ക് അഭിമാനം, നമ്മുടെ മക്കൾ നന്നായാൽ അഭിമാനം. കുട്ടി ഹാഫിലായി അഭിമാനം, കുട്ടി പണ്ഡിതനായി അഭിമാനം, SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും കുട്ടിക്ക് A+ അഭിമാനം, തന്റെ കുട്ടി ഒരു ഡോക്ടറായി പുറത്തു വന്നു അഭിമാനാണ്. നല്ല രൂപത്തിലാണ് ഇതൊക്കെ അഭിമാനം. നേരെ മറിച്ച് പത്രത്തിൽ കാണാം, കഞ്ചാവ് പിടിച്ചു, ചെറുപ്പക്കാരെ ഫോട്ടോ, വാഹനമോഷ്ടാവ് പിടിച്ചു, പിടികൂടപ്പെട്ടു, ഇവന്റെ ഫോട്ടോ കാണും. അതിൽ അഭിമാനമുണ്ടോ സഹോദര? ഉണ്ടോ? അഭിമാനമുണ്ടോ? ഇല്ല. 12ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കി പത്രത്തിലെ ഫോട്ടോ വന്നാൽ ആ കുട്ടിന്റെ ഉമ്മ ചിലപ്പോൾ നല്ല അനിയത്തിക്ക് വിളിക്കുന്നത്തെ ഫോട്ടോ. ഇന്നത്തെ പത്രം നോക്കി സുപ്രഭാതത്തിന്റെ 2ാം പേജ് നോക്കി കുഞ്ഞിമോന്റെ ഫോട്ടോ ഉണ്ട്. എന്നാൽ അതേ സമയത്ത് സഹോദര, ജ്വല്ലറി കുത്തിപ്പൊളിച്ച് പിടികൂടപ്പെട്ട പ്രതി, ആ പ്രതിയുടെ ഉമ്മ അഞ്ചത്തിക്ക് വിളിക്കോ, നമ്മളെ കുഞ്ഞിമോന്റെ ഫോട്ടോ ഉണ്ടെന്ന് 2ാം ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്. കണ്ടങ്ങള് അഭിമാനം ഇല്ല, പറയില്ല. ഇങ്ങോട്ട് വിളിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലെ നമ്മളെ കുഞ്ഞുമോനാണ് ആ പ്രതിയിലെ ഫോണ് കട്ടാക്കും. അങ്ങനെ കുറെ ഫോൺ എത്തുന്ന നേരം കൊടുത്തിട്ട് വന്നതാണ്. ചിന്തിക്കണം സഹോദര, നമ്മളെ വിളിച്ച് പൂരത്തെറി പറയുന്നതിന് പകരം അഭിനന്ദിക്കുന്നൊരവസ്ഥയല്ലേ വേണ്ടത്? അതിനാണെന്ന് പറയുന്നത്. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഫത്തഖുല്ലാഹ മസ്തതഅ്തും എന്ന് തുടങ്ങുന്ന ആയത്ത് ഒരുപാട് വിശദീകരിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. അവിടുന്ന് അത് മുതലുള്ള ആയത്ത് 3 ആയത്ത്. അതിനു മുമ്പ് ഈ ആയത്ത് ആണ് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണെന്ന്. അപ്പൊ സന്താനങ്ങളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് സഹോദര നമ്മുടെ സമ്പത്ത് വലിയ പരീക്ഷണമാണ്. ആ സമ്പത്ത് കൊണ്ട് ഇവൻ ജയിക്കോ തോൽക്കോ എന്ന് അള്ളാഹു നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് അത് നല്ല മാർഗത്തിൽ നമ്മൾ ചെലവാക്കണം. അതിന് മടിയുണ്ടാവില്ല. നല്ല മാർഗത്തിൽ ചെലവഴിക്കണം. നമ്മുടെ കുടുംബത്തില് സഹോദര, നമ്മുടെ ചോര, നമ്മുടെ സ്വന്തം ചോര ഉണ്ടാവും പ്രയാസത്തിൽ. സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കണം. കെട്ടിപ്പൂട്ടി വെച്ചത് കൊണ്ടൊരു കാര്യമില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായതാണ്. 1-2 നോട്ട് നിരോധിക്കപ്പെട്ട, പിൻവലിക്കപ്പെട്ടപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായതാണ്. ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വന്നതാ. ഉണ്ടായിട്ടും സഹായിക്കാതിരുടെ കള്ളി വെളിച്ചത്തായതാ. വർക്കത്തില്ലാത്ത പണായി.
സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് വരും, അത് പോകും. അതിൽ നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കാനും പാടില്ല. ചിലപ്പോൾ ബിസിനസ്സിന് തകർച്ച ഉണ്ടാവും. ഇത് തീരമായി നേരിടണം. സീറോയിൽ നിന്ന് വന്നതല്ലേ, സീറോയിലേക്ക് മടങ്ങി. ഇനി ഓന് ഹീറോ ആകാലോ, ആരോഗ്യം ഉണ്ടെങ്കിൽ അവസരം കിട്ടിയാലോ. അതിന് ആകെ മാനസികമാകേണ്ട ഒരു ആവശ്യമില്ല. ദുന്യാവിന്റെ അവസ്ഥ ഇനിയിപ്പോ എത്ര ഉണ്ടായിട്ടും എന്താ, നമ്മൾ ആരാ കൊണ്ടുപോവാ, ആരാ കൊണ്ടുപോവുക? കൂടുതൽ ഒന്നും കൊണ്ടുപോകും, കാര്യമായിട്ടൊന്നും കൊണ്ടുപോകും. ആ വിഷയത്തിൽ നമ്മൾ വേണ്ടെന്നല്ല, വേണം. ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചെലവഴിക്കാൻ കഴിയുക. ആവശ്യത്തിന് പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണം ഉണ്ടാകുമ്പോൾ സഹായിക്കണം. എന്നാൽ ഈ വിഷയത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന എത്രയോ ആളുകളുണ്ട്, തീരെ ശ്രദ്ധിക്കാത്തവരുണ്ട്. കോടികൾ ചെലവഴിച്ച് കല്യാണം നടത്തുന്നവരുണ്ട്. ഇനി അത്രത്തോളൊന്നും ഇല്ലെങ്കിലും തന്റെ മകൾക്ക് 200 പവന് പണം. സഹോദര, കല്യാണത്തിന്റെ തലേ ദിവസം ഒരു കല്യാണം, അതിന് തന്നെ ഒരുപാട് ലക്ഷം. ലൈറ്റ് അറേഞ്ച്മെന്റുകൾക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, ഒരുപാട് ചെലവഴിക്കുന്നു. വേണ്ടതും വേണ്ട കുറച്ചൊക്കെ അലങ്കാരമാവാം, ഓവറാവണ്ട. എന്നാൽ ആ വീട്ടിന്റെ തൊട്ടടുത്തൊരു വീടുണ്ടാവും, ആ വീട്ടിലുണ്ടാവും 1-2 പെൺകുട്ടികൾ കല്യാണത്തിന് പ്രായമായിട്ടുണ്ടാവും. സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, അവർക്ക് സമ്പത്താണ് തടസ്സം. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. കല്യാണക്കാർ വരുന്നു, പണ്ടം പറയുന്നു, കണക്ക് പറയുന്നു, നാൽക്കാലികളെ കച്ചവടം നടത്തുന്നത് പോലെ, ചന്തയിൽ നടക്കുന്നത് പോലെ, ഉറപ്പില്ലാത്ത ഏർപ്പാട്. തിരിച്ചു പോവാൻ 200 പവൻ കൊടുക്കുന്ന സഹോദരന്റെ മകളുണ്ടല്ലോ, ആ മകളും തൊട്ടപ്പുറത്തെ പാവപ്പെട്ട ആ പെൺകുട്ടിയും രണ്ടും ഒരു ക്ലാസ്സിൽ പഠിച്ച കുട്ടികളാവും. രണ്ടുപേർക്കും ഒരേ വികാരമാണ്. ഇവിടെ ഈ കുട്ടി വധുവായിട്ട് ഇറങ്ങിപ്പോവാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പുറത്തെ കുട്ടിക്ക് അതിനുള്ള സൗകര്യമില്ല, സമ്പത്ത് തടസ്സ. എന്നാ ഈ കുട്ടിന്റെ വാപ്പ എന്താ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? അയാൾക്ക് ഒരു അല്പം കഥ ഉണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട എന്താ അറിയോ? തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറയണം, ഓളെ കല്യാണം നോക്കാം, നിന്റെ കുട്ടിന്റെ കല്യാണം നടക്കുമ്പോ എന്റെ കുട്ടിന്റെ കല്യാണം നടക്കണം. അപ്പൊ അയാൾ പറയും, ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ല, ഒന്നുമില്ല, പണ്ടൊന്നുമില്ല, പണ്ടത്തിനെ പറ്റിച്ച് വേദന. ഇയാൾ പറഞ്ഞു കൊടുക്കണ്ട. ഇയാൾക്ക് പടച്ചോൻ സ്വത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതല്ലേ മനുഷ്യസ്നെ, അതിലല്ലേ നമുക്ക് റാഹത്ത്. ഒരു 10 പവന് ഞാൻ ആണ് തരും, അൽഹംദുലില്ലാ, അത് മതി. എത്ര പൈസ ചെലവാക്കണം? കോടികളുടെ ആസ്തിയുള്ള ആളെ സംബന്ധിച്ചാൽ എന്താ സഹോദര 10 പവൻ? ആ പെൺകുട്ടിക്ക് ഒരു റാഹത്ത്, ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണ്ട. അങ്ങനെ ഒരു 10 പവൻ ആളെ അറിയിക്കാനൊന്നല്ല, വളരെ രഹസ്യമായിട്ട് കൊണ്ടേ കൊടുത്താലും എത്ര പ്രാർത്ഥന ഇയാൾക്ക് കിട്ടും. അതാണ് സ്നേഹം. അതല്ല, ഇത് അധിക ആളുകളും അവനാന്റെ കാര്യം, അവനാന്റെ വീട്, അവനാന്റെ മതിലിന് വേണ്ടി എത്ര ലക്ഷങ്ങളാ ചെലവാക്കുന്നത്. കാക്കക്ക് തൂറാനാണ് എത്ര ചെലവാക്കുന്നത് നമ്മുടെ സമുദായം. മതിലാവശ്യമാണ്. വ്യാജ പിരിവുമാരൊക്കെ തടയാൻ ചിലപ്പോൾ വേണ്ടിയത് മതിലും കയറ്റുമൊക്കെ. നായകളുടെ ശല്യമുണ്ട്, മേനകാഗാന്ധി ഉണ്ടായതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടി വരും. എന്നാൽ അതേ സമയത്ത് സഹോദര, ഇത് ഒരു ഗ്യാപ്പ് ഇടില്ല അപ്പുറത്തേക്കൊന്ന് പോകാൻ. ഗേറ്റാണ് പൂട്ടിയിട്ടാ പിന്നെ വണ്ടിയിലോ എന്ന് പറഞ്ഞാൽ പോകാൻ കോലം ഉണ്ടാവില്ല. കോണി കൊണ്ടുവന്ന് ചാടേണ്ടി വരും, ചാടികൾക്കും പരിക്കറ്റും. അങ്ങനെയല്ലല്ലോ വേണ്ട. ഒരു ബന്ധം വേണ്ട, തൊട്ടടുത്തുള്ള പ്രയാസം നമ്മൾ അറിയണ്ട. അവനാ മൂമിൻ. അല്ല എന്താ പറയാ, സമ്പത്തുണ്ടായിട്ട് അങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്ത കുറെ ആളുകളുണ്ട്. നല്ലോണം ശ്രദ്ധിക്കുന്ന ആളുകൾ. നമുക്കറിയാം ചില മുതലാളിമാർ 25-30 പവന് പണ്ടൊക്കെ സ്വന്തം വാങ്ങിയിട്ട് കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ നേരം കൊണ്ടേ കൊടുക്കുക. പക്ഷെ സങ്കടകരമായ ഒരു അവസ്ഥ എന്താ അറിയോ? ഒരു പെൺകുട്ടിനെ കെട്ടിക്കാൻ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിനെ കൊടുക്കാൻ ഈ സഹോദരൻ 20 പവനും കൊണ്ടേ കൊടുത്താൽ ഈ അതേ വീട്ടിൽ തന്നെ വേറെ പെൺകുട്ടിയും കൂടി ഉണ്ടാവും. അതിന്റെ കല്യാണം ആകുമ്പോൾ ഈ സഹോദരന്റെ ബിസിനസ് ഒരു പക്ഷെ പ്രശ്നത്തിലായിട്ടുണ്ടാവും. സംഭവിച്ചതാണ് ഈ പറയുന്നത്. അന്നൊരു പക്ഷെ അങ്ങനെ 20 പവനും കൊണ്ടേ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആ കൂട്ടര് ഇയാളെ ശത്രുവായി മാറാണ്. അത് ഈ ഏരപ്പത്തനാണ്, നന്ദില്ലാത്ത. അത് വേറെ കാര്യം. ആളുകൾ കൊടുക്കുന്ന ആൾക്കാരെ നല്ലോണം ചൂഷണം ചെയ്യും. ഇതിപ്പോ നമുക്ക് അനുഭവമുള്ളതായി ഞാൻ ഈ പറയും. എനിക്കറിയാം ചില വ്യക്തിപരമായി ബന്ധമുള്ള ചില സഹോദരങ്ങൾ വല്ലാതെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. അതാണ് ശരിക്കും വേണ്ടത്. അതേ നമുക്ക് ആകെയുള്ള വരുമാനമുള്ളൂ. അല്ലാഹു തആല അവരുടെയൊക്കെ സമ്പത്തിൽ വർധനവ് നൽകുമാറാവട്ടെ, പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. ഉണ്ടാവണം. നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുമ്പോഴേ ഇപ്പൊ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളൊക്കെ വല്ലാതെ ഇടങ്ങാറാവും. എത്ര പൈസ ഉണ്ടെങ്കിലും ചികിത്സക്കിന് ചെലവാക്കി ക്ഷീണിച്ചിരിക്കുമ്പോ നമ്മുടെ സമുദായത്തിൽ ഉള്ളവർ വാരി വലിച്ചു കൊടുക്കണമെങ്കിൽ ഉണ്ടാകണമല്ലോ. അങ്ങനെ കൊടുക്കുന്ന കുറെ ആളുകളുണ്ട്. ഉള്ളതനുസരിച്ച് എല്ലാവരും ചെയ്യും. എന്നാൽ ഫിത്നാവൂലാണ് ആ മുതൽ നമുക്കുള്ള വരുമാനം. ഇതൊന്നും ഇല്ലെങ്കിൽ മക്കള് സ്വാലിഹ്യങ്ങളല്ല, മുതൽ നല്ലതിന് ചെലവഴിക്കുന്നില്ല. പോയി ഒരു സ്കൂൾ അധ്യാപകനോട് ചോദിച്ചു, വാപ്പ മരിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്?
സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെ പള്ളിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പള്ളിയിൽ പണി നടക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞ ഹൗല് ഏറ്റെടുത്തോളിയാ, ഹൗലിന്റെ പണി ഏറ്റെടുത്തോളി, അത് വാപ്പാക്കാണ് ഹദിയാക്കിയാൽ മതിയാണ്. പണി കഴിഞ്ഞു, ഭംഗിയായി. എന്താ കാരണം? സഹോദര, പള്ളിയിൽ വരുന്ന ആളുകൾ മുഴുവനും ഒളൂ ചെയ്യുന്നത് ആ ഹൗലിൽ എന്ന ആ ഒളൂവിനെ തുടർന്നാണ് പിന്നെ നിസ്കാരം വരുന്നത്, പിന്നെ ഖുർആൻ പാരായണം വരുന്നത്. അത്യന്താപേക്ഷിതല്ലേ അത്? നിർബന്ധമല്ലേ? ഒളൂല്ലെങ്കിൽ നിസ്കാരമുണ്ടോ? അതിന്റെ ഫലം ആർക്ക് പോവാണ്? ആ സ്കൂൾ അധ്യാപകൻ അള്ളാഹു കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്, അയാളിപ്പോ റിട്ടയർഡ് ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്തു, മരിച്ചുപോയ വാപ്പാക്ക് കിടക്കട്ടെ അവിടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ എത്ര പേർ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന എത്ര പേർ വരുമാനായി? പള്ളിയുടെ കാർപ്പറ്റ് ഏറ്റെടുത്തവർ, മിമ്പറിന്റെ പണി ഏറ്റെടുത്തവർ, പള്ളിക്ക് ടൈൽസ് ഒട്ടിക്കുന്ന ഏറ്റെടുത്തവർ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. പള്ളിയുടെ ചില പള്ളികൾക്കൊക്കെ നമ്മൾ അറിയുന്ന ചില ആളുകളുണ്ട്, ഒരു സമ്പത്ത് മുതലാക്കി എങ്ങനെയാണ്? ഇത്ര കൊല്ലം കരണ്ടിന്റെ വാടക ഞാൻ അടക്കുന്നു എന്നാണ്. ഹൗദിൽ വെള്ളം വേണമെങ്കിൽ കരണ്ട് വേണ്ടയാ, ഒക്കൈമൊക്കെ മടങ്ങുന്ന. അങ്ങനെ നോക്കിയാൽ നമ്മൾ വിടൂല. ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഞാൻ എന്താ എന്റെ മരിച്ചുപോയ ഉമ്മാക്കും വാപ്പാക്കും ചെയ്യേണ്ടത്? ഞാനപ്പോ കരണ്ടിന്റെ ബില്ലെടുക്കാൻ വന്നു. ഞങ്ങളത് ഏറ്റു. പിറ്റത്തെ ക്ലാസ്സിൽ ചെന്നപ്പോ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾ പിടിച്ചെന്ന ഉപകാരമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പിടിച്ചതല്ല, അങ്ങോട്ട് വന്ന് ചാടിയതാണ്. സഹോദര, നമ്മളും അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഫത്തഖുല്ലാഹ മസ്തതഅതും നമുക്ക് വലിയ ആശ്വാസം പകരുന്ന സുപ്രധാനമായ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ആ ലാസ്റ്റ് ആയത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സുബഹിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ അത് പരിശീലിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രശ്നമാവൂല. പള്ളിയിലേക്ക് അയക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ചായയും കടി നൽകിയിട്ടുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. അതുപോലെ മരിച്ചുപോയ ഭർത്താവിന്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി ഒരു 200 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുയുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇവർ പ്രത്യേകം നമ്മുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഇവര് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് വിടുന്നുണ്ട്. അത് വേണ്ടവര് പിന്നെ നൗഷാദുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള കാര്യം പിന്നെ അറിയിക്കുകയാണ്. ആ കാര്യം ഇവര് പ്രത്യേകം പറയാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നൊക്കെ നല്ല റാഹത്തുള്ള സദസ്സാണ്. നമ്മളിപ്പോ ഇവിടെ നല്ല റാഹത്തുള്ള സദസ്സാണ്. പുറത്ത് ഈ പരിപാടി ഒരുപാട് ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമുക്കും ഇത് വീട്ടിൽ നിന്ന് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ തന്നെ വരണം, ഈ സദസ്സിലേക്ക് തന്നെ വരണം. ഇന്നൊക്കെ നല്ല റാഹത്തുള്ള സദസ്സാണ്. അല്ലാഹു തആല ഇതിന് സഹായിക്കുന്നവർ, ഇത് അറേഞ്ച്മെന്റ് ചെയ്തവർ, ഇതിലേക്ക് ചായക്കും മറ്റും ചെലവ് ചെയ്യുന്നവർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ കൂലി നൽകുമാറാവട്ടെ. മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാനാണ് ചായ നൽകിയത്. ഒരു സഹോദരിയും കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു ഫാത്തിഹ ഓതി അവർക്ക് നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم
اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم